സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സംസാരിക്കാതിരിക്കണ്ട. ഇടയ്ക്ക് നല്ല തണുപ്പുള്ള മുറിയായതുകൊണ്ടൊന്ന് ഉറങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു വിരോധവും ഇല്ല. മാത്രമല്ല, ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രഭാഷണം നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽക്കാതിരിക്കുകയും വേണ്ട. വളരെ വളരെ സ്വതന്ത്രമായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. ഇതൊരു പ്രസംഗമല്ല, ഒരു പ്രഭാഷണവുമല്ല, ഒരു ക്ലാസ്, സയൻസ് ഓഫ് ലിവിങ്ങിൻ്റെ ക്ലാസ്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 5153 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയിലെ സമകാലീന പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു സന്ദേശവും നൽകി. അത് കഴിഞ്ഞ് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇന്ന് ഈ പരിപാടി തുടങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പിലുള്ള കുറച്ചു പേര് എഴുന്നേറ്റില്ല. പിന്നെയാണ് എല്ലാവരും എഴുന്നേറ്റത്. യഥാർത്ഥത്തിൽ ഭാരതീയ ആചാരപ്രകാരം പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന തത് ന അതി ഉച്ഛ്രിതം ന അതി നീചം ആസനം തത്ര സുഖാസനം. ഇരുന്നു കൊണ്ട് വേണം പ്രാർത്ഥന നടത്താൻ. എവിടെയായാലും ഇരുന്നു കൊണ്ട് വേണം പ്രാർത്ഥന നടത്താൻ. പക്ഷേ അധ്യക്ഷൻ നിങ്ങളോട് എഴുന്നേറ്റ് നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നേ മതിയാവൂ. അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കലാണ് ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മറിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ദീർഘമുള്ള പ്രാർത്ഥനയാണെങ്കിൽ കാലിന് നമ്മുടെ ശരീരം ഭാരമാകുന്നത് കൊണ്ട്, ഭാരമായി തീരുന്നത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ കാലിന്റെ വേദനയിലേക്കും കാലിന്റെ ഫെറ്റീഗിലേക്കും പോകും. അപ്പൊ പ്രാർത്ഥനയിൽ എവിടെയാണോ ശ്രദ്ധ വരേണ്ടത് അത് ശരീരത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭാരതീയ പൈതൃക പ്രകാരം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാറുള്ളത്. എന്നിട്ടും മുമ്പിലുള്ള ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ നിൽക്കാൻ കാരണം നിങ്ങളെല്ലാവരും നിന്നപ്പോൾ ഞങ്ങൾ മാത്രം ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് എഴുന്നേറ്റ് നിന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ആവർത്തിക്കുന്നുണ്ടാവും. കാരണം ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ആശംസ അർപ്പിച്ച പഴയ പ്രസിഡന്റ് പറയുകയുണ്ടായി, ഗോപാലകൃഷ്ണൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ സാധാരണക്കാരായ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാനിവിടെ 4 മണിക്കൂർ സംസാരിച്ചാലും 2 മണിക്കൂർ സംസാരിച്ചാലും എൻ്റെ ജീവിതത്തിൽ പകർത്താത്തതൊന്നും ഞാൻ നിങ്ങളോട് പകർത്താനായിട്ട് പറയില്ല. മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ഒരിക്കലും നിർദ്ദേശിക്കില്ല എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് അവിടെ പറഞ്ഞത് ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളായ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർമ്മിക്കണം, ഞാനും നിങ്ങളും
ജീവിതത്തില് ഇടയ്ക്കെങ്കിലും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു വരിയാണ്, നമ്മൾ ഈ ഭൂമിയില് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് വന്നവരല്ല. ഈ ഭൂമിയിൽ നമ്മൾ ആരും പെർമനന്റ് അല്ല. ഒരു വാടക വീട്ടിലേക്ക് ഒരാൾ കയറുന്ന ദിവസമുണ്ടെങ്കിൽ ആ വാടക വീട്ടിൽ നിന്ന് അയാൾ ഇറങ്ങുന്ന ദിവസവുമുണ്ട്. യാത്ര ചെയ്യാൻ വിമാനത്തിലേക്ക് കയറുന്ന സമയമുണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞ് വിമാനത്തിൽ നിന്നിറങ്ങുന്ന സമയവുമുണ്ട്. ജീവിതയാത്ര ആരംഭിക്കുന്ന ദിവസമുണ്ടെങ്കിൽ ജീവിതയാത്ര അവസാനിക്കുന്ന ദിവസവുമുണ്ട്. അതുകൊണ്ട് ഈ ജീവിതമാകുന്ന ഒരു യാത്ര ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതിനുമിടയ്ക്ക്, in between the date of birth and the date of death, എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ജീവിക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. മലയാളിയുടെ ഭാഷ, മലയാള ഭാഷയ്ക്ക് അസാധാരണമായൊരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞാൽ മനസ്സിലാവും. മരിക്കുന്നതിന്, മരിച്ചതിന് ഇംഗ്ലീഷിൽ 2 വാക്കേ ഉള്ളൂ, പാസ്ഡ് അവേ അല്ലെങ്കിൽ ഡൈഡ്. പക്ഷെ മലയാളത്തില് മരിക്കുന്നതിന് 11 വാക്കുകളുണ്ട്. ആ 11 വാക്കുകളും നമ്മൾ മരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ല, എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് മരിച്ചതിന്റെ വാക്ക് ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. രാജാവിനെ പോലെ ജീവിച്ച വ്യക്തി നാട് നീങ്ങി എന്നാ പറയാ. സാമൂതിരിയെ പോലെ ജീവിച്ച ആള് മരിച്ചാൽ തീപ്പെട്ടു എന്നാ പറയാ. അവതാരത്തെ പോലെ ജീവിച്ച ആള് സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയാ. വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണെങ്കിൽ ദിവംഗതനായി എന്നാ പറയാ. സന്യാസിയാണെങ്കിൽ സമാധിയായി എന്നാ പറയാ. വളരെ ഉയർന്നവനാണെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാ പറയാ. കുറെ കൂടി താഴെയുള്ളവനാണെങ്കിൽ നിര്യാതനായി എന്നാ പറയാ. നമ്മളെ പോലെയുള്ളവരാണെങ്കിൽ മരിച്ചു എന്നാ പറയാ. ഒരു പ്രയോജനം ഇല്ലാത്തവനാണെങ്കിൽ എന്തായാലും ഞാനല്ല ഉത്തരം പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, എങ്ങനെ ഭൂമിയിൽ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് മലയാളത്തില് മരിച്ച വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഏറ്റവും നന്മ നിറഞ്ഞതാക്കണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ആ മനസ്സിന്റെ ചൈതന്യത്തിനനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുക. നിങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 185 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച കാറൽ മാർക്സ് എഴുതിയ ഗ്രന്ഥമുണ്ട്, ലെനിൻ എഴുതിയ ഗ്രന്ഥമുണ്ട്, സ്റ്റാലിൻ എഴുതിയ ഗ്രന്ഥമുണ്ട്, എംഗൽസ് എഴുതിയ ഗ്രന്ഥമുണ്ട്, മാവോ സേതുങ് എഴുതിയ ഗ്രന്ഥമുണ്ട്, ജവഹർലാൽ നെഹ്റു എഴുതിയ ഗ്രന്ഥമുണ്ട്. ധാരാളം വ്യക്തികൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങള് നിങ്ങളിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ദ്വാപര യുഗത്തിൽ എഴുതിയ ഭഗവത്ഗീത എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഉറപ്പാണ്, കർക്കിടകത്തിലെ ഒരു മാസം നമ്മുടെ വീടുകളിൽ, പല വീടുകളിലും ത്രേതായുഗത്തിലെ രാമായണമുണ്ട്. മാത്രല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA സിലബസിന്റെ ഭാഗമാണ് 20 പേപ്പർ അവർക്ക് എഴുതാനുള്ളതിൽ ഒരു ഫുൾ പേപ്പറാണ്
701 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. അപ്പൊ ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയും ത്രേതായുഗത്തിലെ രാമായണവും നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടില് എഴുതിയ പുസ്തകം നമുക്ക് വായിക്കാൻ താല്പര്യമില്ല. ഇതിന് കാരണം ഭാരതീയ പൈതൃകം നിലനിൽക്കുന്നത് എക്സ്റ്റേണൽ ചേഞ്ചുകളെ ഓറിയന്റ് ചെയ്തല്ല, ബാഹ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടിയല്ല, ആന്തരികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്നും സ്ഥിരമായ മാറ്റം, സസ്റ്റൈനബിൾ and permanent change should take place in the mind, then only that will remain for a long period. അപ്പൊ ഭാരതീയ സംസ്കാരം നിലനിൽക്കാൻ കാരണം 5 വാക്കുകളിലാണ് ഭാരതീയ സംസ്കാരം നിലനിന്നിരുന്നത്. ആ 5 വാക്കുകളും ഇപ്പൊ നിങ്ങൾ പഠിക്കണം. ഭാരതീയ സംസ്കാരം മാത്രം നിലനിൽക്കാൻ കാരണം എന്താണ്? മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഇപ്പൊ ഇല്ല, ബാബിലോണിയൻ സംസ്കാരം ഇല്ല, ഗ്രീക്ക് സംസ്കാരം ഇല്ല, റോമ സംസ്കാരം ഇല്ല, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരവും ഏതാണ്ട് ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഭാരതത്തിലെ 123 കോടി ജനത, അവര് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, വലതുപക്ഷമാവട്ടെ, മധ്യപക്ഷമാവട്ടെ, ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവട്ടെ, അവരില് ഈ സംസ്കാരത്തിൻ്റെതായ തന്തുക്കള് ഇന്നും നിലനിൽക്കാൻ കാരണം, ഭാരതം മരിക്കാതിരിക്കാൻ കാരണം ഭാരതീയ സംസ്കാരം മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്, ഈ 5 വാക്കുകളിലാണ് ഭാരതം നിലനിന്നിരുന്നത്. ഏവർക്കും ഉപയോഗിക്കാവുന്ന 5 വാക്കുകള്: മൈൻഡ് മനസ്സ്, മനസ്സിൽ നിന്ന് തോട്ട്സ്, തോട്ട്സിന്റെ അടിസ്ഥാനത്തില് ആക്ഷൻ, ആക്ഷന്റെ അടിസ്ഥാനത്തില് റിസൾട്ട്, റിസൾട്ടിന്റെ അടിസ്ഥാനത്തില് റിവാർഡ്. എ ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ഗുഡ് തോട്ട്സ്, good thoughts produce good action, good action produces good result, good result produces good reward. വളരെ വളരെ സിമ്പിൾ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഗുഡ് മൈൻഡ് സന്മനസ്സ്, ഗുഡ് തോട്ട്സ് സത്ചിന്തകൾ, ഗുഡ് ആക്ഷൻ സത്കർമ്മങ്ങൾ, ഗുഡ് റിസൾട്ട് സത്കർമ്മ ഫലങ്ങൾ, ഗുഡ് റിവാർഡ് സത്കർമ്മ പ്രതിഫലം. ഒന്നുകൂടി പറഞ്ഞു വിചാരിക്കുക: സന്മനസ്സ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മ ഫലങ്ങൾ, സത്കർമ്മ പ്രതിഫലം. സന്മനസ്സ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. അപ്പൊ നമ്മുടെ ജീവിതം ഈ ഭൂമിയില് സ്വർഗ സമാനമാക്കണമെങ്കിൽ മനസ്സില് പരിവർത്തനം, മനസ്സിലെ നന്മകള്, തിന്മ നിറഞ്ഞ മനസ്സിനെ നന്മ നിറഞ്ഞ മനസ്സാക്കാൻ സാധിച്ചാൽ അതാണ് സയൻസ് ഓഫ് ലിവിങ്ങിന്റെ, ശാസ്ത്രീയമായ ജീവിതത്തിന്റെ ആദ്യത്തെ പോയിന്റ്. ആർക്കാണോ മനസ്സിനെ അസതോമാ സദ്ഗമയ, മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, മനസ്സിനെ മൃത്യോർമ അമൃതം ഗമയ. ഉപനിഷത്തിലെ ശാന്തി മന്ത്രാണത്. മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ആ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ആ മനസ്സിനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർത്ത ദുഃഖിതരാകുന്ന അവസ്ഥയിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്ക്, ഫ്രം ബാഡ് ടു ഗുഡ്, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഫ്രം സിമ്പിൾ സില്ലി തിങ്സ് ടു പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ പീസ്. ആ മനസ്സിനെ നമുക്ക് കുറെ നിയന്ത്രിച്ച് ഭംഗിയാക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകള് അതനുസരിച്ച് നന്മ നിറഞ്ഞതായിരിക്കും. ഭയമുള്ള മനസ്സിൽ നിന്ന് ഭയമുള്ള ചിന്തകള്, വെറുപ്പുള്ള മനസ്സിൽ നിന്ന്
വെറുപ്പുള്ള ചിന്തകള്, ദേഷ്യമുള്ള മനസ്സിൽ നിന്ന് ദേഷ്യമുള്ള ചിന്തകള്, അഹങ്കാരമുള്ള മനസ്സിൽ നിന്ന് അഹങ്കാരമുള്ള ചിന്തകള്, ആ ചിന്തകളിൽ നിന്ന് വരുന്ന കർമ്മങ്ങളും അതനുസരിച്ചുള്ളതായിരിക്കും. അതുകൊണ്ട് ഭാരതീയര് പറഞ്ഞിരുന്നു, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സാണ് എല്ലാ ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും കാരണമാകുന്നത്. ആ മനസ്സിനെ ഒന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ പഠിപ്പിക്കുക. ആ മനസ്സിനകത്താണ് നന്മകളെല്ലാം കുടികൊള്ളുന്നത്. ആ മനസ്സിനകത്താണ് സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, കരുണ, ദയ. മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് വികാരങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതേ മനസ്സിനകത്താണ് വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം തുടങ്ങിയ നെഗറ്റീവുകളും ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന, നമ്മളിലിരിക്കുന്ന ആ മനസ്സിനകത്തെ തിന്മകള് ഇല്ലാതെയാക്കണം എന്ന് ഞാൻ എൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയോടും പറയില്ല. നമ്മുടെ മനസ്സിലുള്ള തിന്മകള് ഇല്ലാതെയാക്കണമെന്ന് എൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയോടും പറയില്ല. കാരണം അത് ഇമ്പോസിബിളാ. പക്ഷേ അത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ മനസ്സിലുള്ള തിന്മകളുടെ അളവ് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് ഇന്നലത്തേതിൽ നിന്ന് നമ്മുടെ മനസ്സിലുള്ള തിന്മകളുടെ അളവ് ഇന്നത്തേക്ക് കുറയ്ക്കാം. ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് കുറയ്ക്കാം. ഒരു പക്ഷേ ചിലർക്ക് തോന്നുന്നുണ്ടാവും, മൈക്ക് കിട്ടുമ്പോൾ തിന്മകൾ കുറയ്ക്കണം, നന്മകൾ കൂട്ടണം എന്നൊക്കെ പറയാൻ വളരെ വളരെ എളുപ്പമാണ്. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ പോലെ ഇവിടെ വന്ന് ജീവിക്കുമ്പോഴേ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നാരെങ്കിലും ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ മന്ത്രം പറഞ്ഞു തരാം. ആ മന്ത്രം രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സ് ശരിക്ക് ശാന്താവും. എന്താ മന്ത്രം അറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊന്നുമില്ല, ശ്രദ്ധിക്കാതെ കേട്ടാലും മനസ്സിലാവും. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. നിങ്ങൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും, എത്രയെല്ലാം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും, ആരെയെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, ആരിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിലും, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച് കഴുത്തിലിട്ടതാണെങ്കിലും തിരിച്ചു പോകുമ്പോ ഇതൊന്നും നമ്മൾ കൊണ്ടുപോവില്ല എന്ന് എപ്പോഴും ഓർക്കണം എന്ന് ഞാൻ പറയുകയേയില്ല. ഇടയ്ക്കെങ്കിലും വൺസ് ഇൻ എ വൈൽ ഒന്ന് ഓർമ്മിക്കുക. നമ്മള് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുമ്പോൾ ആ മനസ്സിനകത്ത് ഒന്ന് ചിരിക്കാൻ പഠിക്കണം. മലയാളിക്ക് ചിരിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാന്നാ തോന്നുന്നത്. ഇതിൽ 2 കൊല്ലം മുമ്പ് ഞാൻ ബഹ്റൈനിൽ വന്ന് 4ാമത്തെ പ്രാവശ്യമായിട്ട് വരണത്. 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ പലർക്കും ചിരിക്കാൻ വലിയ വിഷമായിരുന്നു. എന്നെ കാണുമ്പോഴല്ല, തന്നെത്താനെ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന് ഞാൻ ചിരിക്കുന്ന കുറേ മുഖങ്ങൾ കണ്ടു. വലിയ സന്തോഷം തോന്നി എനിക്ക്. കാരണം തമാശ പറയാനും ചിരിക്കാനും ചിരിപ്പിക്കാനും സാധിക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ഉത്സവം എന്നെനിക്ക് തോന്നാറുണ്ട്. ആ മനസ്സിനകത്ത് കുറെ സന്തോഷം നിറയ്ക്കുക. ശരിക്കും പറയാറുണ്ട്, നമ്മുടെ ഭംഗിയായിട്ട് മഹാകവി ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട്, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. മലയാളികളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇതിനകത്ത്
ആ സ്വർഗവും നരകവും എല്ലാം നമ്മൾ തന്നെയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോ ഈ ജനന തീയതിക്കും മരണത്തിനും ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ കയറി ഇറങ്ങുന്നത് പോലെ, ഒരു വാടക വീട്ടിൽ കയറി ഇറങ്ങുന്നത് പോലെ ജീവിക്കുന്ന നമ്മള് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചുവോ അത്രയും കാലം ഇനി എന്റെ മുമ്പിലിരിക്കുന്ന പലർക്കും മുമ്പോട്ടില്ല. മധ്യാഹ്നം കഴിഞ്ഞവരാ കുറെ അപ്പുറത്ത് ഗോദ്രേജ് ഡൈ ഉള്ളത് കൊണ്ട് തല കറഞ്ഞിരിക്കുക. അപ്പോ നട്ടുച്ച കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇരിക്കുന്നവർ ഓർമ്മിക്കുക, കുറച്ചു മുമ്പ് പറഞ്ഞ മന്ത്രം അതുപോലെ വേറൊരു മന്ത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് മരിച്ച വാക്ക് ഉപയോഗിക്കുന്നത്. എന്തെല്ലാം നമ്മൾ കെട്ടിപ്പടുത്താലും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല എന്ന് ചിന്തിച്ച് ആ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ ചിന്തകൾ നന്മ നിറഞ്ഞതാവും. ചിന്തകൾ നന്മ നിറഞ്ഞതായാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാവും. പ്രവൃത്തികളും പ്രവൃത്തിയുടെ ഫലവും പ്രവൃത്തിയുടെ പ്രതിഫലവും നന്നായാൽ ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, ജീവിതം ഗ്ലോറിയസ് ആവാതിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മൾ പലപ്പോഴും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ചിലരെന്നെ വിളിച്ചു പറയാറുണ്ട്, സർ നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം, എനിക്ക് പേടിയാവുന്നു സർ. ഞാൻ എന്താണെന്ന് പോലും ചോദിക്കാതെ അവരോട് പറയാറുണ്ട്, പേടിക്കാനൊന്നുമില്ല ശങ്കരനാരായണ, കൂടി വന്നാൽ മൊത്തം കൊളാവും, അത്രല്ലേ ഉള്ളൂ. അപ്പുറം എന്താവാനാ? ഒന്നും ആവില്ല. സൂര്യൻ ഉദിക്കുന്നത് നിർത്തില്ല, ഭൂമി കറങ്ങുന്നത് നിൽക്കില്ല. ഒന്ന് രണ്ട് പേര് ഫോൺ വിളിച്ച് ചോദിക്കും, ഗോപാലകൃഷ്ണനെ നിങ്ങൾ എന്തിനാ വെറുതെ വിളിച്ച, ഒരു പ്രയോജനം ഇല്ലായിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം വിളിക്കണില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പഠിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വരിയുണ്ട്, ഡൂയിങ് ദ സെയിം തിങ് ബൈ ദ സെയിം പേഴ്സൺ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഒരേ കാര്യം ഒരേപോലെ ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇൻസാനിറ്റി, വട്ടാണ്, മതിഭ്രംശമാണെന്ന്. ഇപ്പൊ മാറി 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 ചിന്തിക്കാൻ ശ്രമിക്കുക, മാറി 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 പ്രവർത്തിക്കാൻ ശ്രമിക്കുക, ഒന്ന് ചിരിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ മൈൽഡായിട്ടൊന്ന് സംസാരിക്കാൻ പഠിക്കുക. വളരെയധികം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പറയാ, എനിക്ക് കണ്ടമാനം ദേഷ്യം വരുന്നുണ്ട്, ഞാനിപ്പോ പലതും പറഞ്ഞാൽ കൂടി പോവും, അത് കാരണം ഞാൻ ഒന്നും പറയണില്ല. എന്തൊരു രസാന്നറിയോ? ഒന്നും പറയാതിരിക്കല രസം. അതിന് കാരണം എനിക്ക് ദേഷ്യം വരുന്നു. പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ട കല്ലും തോക്കിൽ നിന്ന് വിട്ട ഉണ്ടയും അതുപോലെ തന്നെ വില്ലിൽ നിന്ന് വിട്ട അമ്പും നാവിൽ നിന്ന് വിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. കയ്യിൽ നിന്ന് കല്ല് വിട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തോക്കിൽ നിന്ന് ഉണ്ട പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ അമ്പ് ആ വില്ലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആദ്യം മനസ്സിനെ സന്ദേശങ്ങൾ കേൾപ്പിക്കുക, അനുഭവങ്ങൾ കേൾപ്പിക്കുക, കഥകൾ കേൾപ്പിക്കുക. ഈ മൂന്നെണ്ണം ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മക്കളെയും നിങ്ങളും കുറേ സന്ദേശങ്ങൾ കേൾക്കുക, നല്ല നല്ല സന്ദേശങ്ങള്. എന്ത് രസാറിയോ ചില സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോ. ശരിക്കു പറഞ്ഞാൽ ഭാരതത്തില് നമ്മുടെ ഗ്രന്ഥങ്ങളെ 5 തിരിച്ചിരിക്കുകയാണ്. ഭാരതീയ ഗ്രന്ഥങ്ങളെ 5 തിരിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ഏത് ലെവലിലുള്ള വ്യക്തിക്കും ആ ഒരു ഗ്രന്ഥം പഠിച്ചാൽ മതി. മുസ്ലിമിനും ഒരു ഗ്രന്ഥമാണുള്ളത്. ഏത് ലെവലിലുള്ളവർക്കും അതിനകത്തുള്ള കണ്ടന്റുകൾ എടുക്കാം. ഭാരതീയർക്ക് ലെവല് മാറുന്നതിനനുസരിച്ച് ഗ്രന്ഥങ്ങളുടെ ക്വാളിറ്റിയും മാറിക്കൊണ്ടിരിക്കും.
സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്ക് കഥകള് കേൾപ്പിച്ച് മനസ്സിൽ മാറ്റം വരുത്താൻ പുരാണ കഥകൾ എഴുതി. രണ്ടാമത്തെ ലെവല് മഹാഭാരതം. അതിൽ കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്. പാണ്ഡവരുടെ അനുഭവം, ധർമ്മപുത്രരുടെ അനുഭവം, കുന്തിയുടെ അനുഭവം, ധൃതരാഷ്ട്രരുടെ അനുഭവം, ഗാന്ധാരിയുടെ അനുഭവം, ദുര്യോധനന്റെ അനുഭവം, ശകുനിയുടെ അനുഭവം, ഓരോരുത്തരുടെയും അനുഭവം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിലുണ്ട്. അതുകൂടാതെ നല്ല കഥകൾ മഹാഭാരതത്തിലുണ്ട്. അപ്പോ പുരാണങ്ങൾ കേട്ട് മനുഷ്യ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ലെവല് ലോവർ ലെവലാണ്. ആ ലെവലിൽ നിന്ന് നിങ്ങൾ ഉയർന്നു എന്ന് തോന്നുകയാണെങ്കിൽ മഹാഭാരതത്തിലേക്ക് കടക്കാം. കുറച്ചും കൂടി ഉയർന്നു എന്ന് തോന്നുകയാണെങ്കിൽ രാമായണത്തിലേക്ക് കടക്കാം. രാമായണത്തിലെ 24,000 ശ്ലോകത്തില് കഥകളില്ല, അനുഭവങ്ങളും സന്ദേശങ്ങളും മാത്രമുള്ളത്. രാമായണം വായിച്ചു പോകുന്നത് ശരിക്ക് പലരും ധരിച്ചിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ് എന്ന്. എനിക്ക് തോന്നണില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ, അങ്ങോട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോകുന്ന ലക്ഷണമുള്ളവരൊന്നും അല്ല. പിന്നെ എന്താ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം? സ്വർഗത്തിൽ ആകെ 141 കസേരയാണുള്ളത്. അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാണ്. അപ്പോ സ്വർഗത്തിലേക്ക് പോവാൻ അല്ല രാമായണം വായിക്കുക. മനുഷ്യ മനസ്സിന്റെ തിന്മകളെ മാറ്റി രാമൻ ജീവിച്ചതുപോലെ ജീവിച്ചാൽ രാമനുണ്ടായ അനുഭവം നമുക്ക് ഉണ്ടാവും. സീത ലക്ഷ്മണരേഖ ലംഘിച്ചു. നമ്മുടെ വീട്ടില് അച്ഛനോ അമ്മയോ മകളോ മാനേജറോ ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർമാനോ പ്രസിഡന്റോ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ സീതാദേവിക്ക് ഉണ്ടായത് ഇവർക്കും ഉണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോ ദുര്യോധനൻ വളരെ വളരെ അഹങ്കാരവും വാശിയും പകയും വിദ്വേഷവും ഉള്ളവനായിരുന്നു ദുര്യോധനൻ. അതിന്റെ പരിണതഫലം എന്ത് സംഭവിച്ചു? അതുപോലെ ഗാന്ധാരി പാതിവൃത്യത്തിന്റെ പേരില് കണ്ണുകെട്ടി നടന്നു. ഗാന്ധാരിയുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചു? ഭർത്താവിന് കാഴ്ചയില്ലായിരുന്നു. ഭർത്താവിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ഭാര്യ ഗാന്ധാരി കണ്ണു തുറന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ഈ മക്കളില് തിന്മകൾ വളരുമായിരുന്നില്ല. അമ്മ കണ്ണുകെട്ടി നടന്നാൽ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ ഗാന്ധാരിയുടെ ജീവിതം മാത്രം ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി. പലപ്പോഴും നമ്മുടെ വീടുകളിലും നമ്മുടെ അമ്മമാര് ഭാര്യമാര് കണ്ണുകെട്ടി നടക്കുന്നു. മക്കളിൽ വളരുന്ന തിന്മകള് അറിയുന്നില്ല. എന്താ കാരണം? മക്കള് തന്നെത്താനെ നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന ധാരണ. മക്കള് കുറച്ച് വലുതായാൽ മക്കളോട് സംസാരിക്കാൻ പോലും മാതാപിതാക്കൾക്ക് ഭയമാണ് കേരളീയരാണെങ്കിൽ. അപ്പോ പുരാണങ്ങളിലൂടെ കഥകള് കേട്ട് മനുഷ്യ മനസ്സിനെ അസതോമാ സദ്ഗമയ, മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും കേട്ട് രാമായണത്തിലെ അനുഭവങ്ങളും സന്ദേശങ്ങളും കേട്ട് ഒരു ലെവല് കൂടി കയറിയാൽ വേദത്തിന്റെ ലെവല്. വേദം ബ്രാഹ്മണർക്ക് മാത്രമേ വായിക്കാവൂ പഠിക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. വേദം പഠിച്ചവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് എല്ലാവരും മനുഷ്യര് മാത്രമാണ്. ജന്മം കൊണ്ട് മനുഷ്യര് മാത്രമാണ് നമ്മളെല്ലാം. കർമ്മണാൽ ജായതേ ദ്വിജ, കർമ്മം കൊണ്ട് രണ്ടാമത്തെ ഒരു പേര് നമുക്ക് ലഭിക്കും. ജന്മം കൊണ്ട് മനുഷ്യര്, കർമ്മം കൊണ്ട് ഒരാള് ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ അഡ്വക്കേറ്റ്, ഒരാൾ ജഡ്ജി, ഒരാൾ MLA, ഒരാൾ ക്ലർക്ക്, ഒരാൾ പ്യൂണ്, ഒരാൾ പട്ടാളക്കാരൻ, ഒരാൾ പോലീസുകാരൻ. കർമ്മം കൊണ്ട് രണ്ടാമത്തെ പേര്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. എന്റെ മുമ്പിലിരിക്കുന്നവരിൽ ആരായാലും ലോകത്തിലെ 715 കോടി ജനത ആർക്കാണോ ബ്രഹ്മജ്ഞാനം ലഭിച്ചത് അവന്റെ പേരാണ് ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണനെ വേദം പഠിക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
ആ വേദത്തില് സന്ദേശങ്ങൾ മാത്രമുള്ളത്. വേദത്തില് കഥകളില്ല, വേദത്തില് അനുഭവങ്ങളില്ല, വേദത്തില് പാപപുണ്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, വേദത്തില് സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയുന്നില്ല. വേദത്തിലുള്ളത് സന്ദേശങ്ങള്. എന്തിനാ വേദം എഴുതിയത്? മനുഷ്യ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള സന്ദേശങ്ങളായിട്ട്. അപ്പൊ സയൻസ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോ ആദ്യം മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയാണ് നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന രീതി ഒന്ന് മാറി വിചാരിക്കാം. ആ കുട്ടികളുടെ അടുത്ത് വരുമ്പോ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചെന്ന് വിചാരിക്കാം. ആ കുട്ടികളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നിന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെയും അച്ഛന്റെയും പുണ്യമാണെന്നൊന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. ആ കുട്ടിയെ മടിയിലൊന്ന് കിടത്തി ഒന്ന് തലോടിയെന്ന് വിചാരിക്കാം. ആ കുട്ടിയെ ഒന്ന് ടച്ച് തെറപ്പി, തോളിൽ കൂടെ കൈയൊന്ന് പാസ് ചെയ്ത് ആ കുട്ടിക്കുള്ള ദുഃഖം നമ്മൾ കേട്ടു വിചാരിക്കാം. എന്നിട്ടൊന്ന് ആശ്വസിപ്പിച്ചു വിചാരിക്കാം. ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ മാറ്റം. ഏറ്റവും നന്മ നിറഞ്ഞ മാറ്റം. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് ഞാൻ പറയുന്നു, ആദ്യം മാറ്റം വരുത്തേണ്ടത് മനസ്സിലാണ്. അങ്ങനെ മാറ്റം വന്നാൽ ചിന്തകളിൽ മാറ്റം വരും. ചിന്തകളിൽ മാറ്റം വന്നാൽ കർമ്മത്തിൽ മാറ്റം വരും. കർമ്മത്തിൽ മാറ്റം വന്നാൽ കർമ്മഫലത്തിലും കർമ്മത്തിന്റെ പ്രതിഫലത്തിലും മാറ്റം വരും. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തി, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം? അത് ബന്ധിനും ഭർത്താവിനും മാത്രം അത് ബാധകല്ലേ. ബാക്കിയുള്ളതിനൊക്കെ താൻ നിരന്തരം. For every action there is an equal and opposite reaction to be experienced by the actor. For every action there is an equal and opposite reaction to be experienced by the actor. ആ ആക്ഷൻ വരുന്നത് തോട്ട്സിൽ നിന്നാണ്. തോട്ട്സ് വരുന്നത് മൈൻഡിൽ നിന്നാണ്. ആ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്താൽ ജീവിതത്തെ കുറേ ധന്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലുള്ളവരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തെ കുറേ സിസ്റ്റമാറ്റിക് ആക്കാം. വേറൊരു വാക്കും കൂടി ഞാൻ ഇന്ന് വേറൊരാളോട് പറഞ്ഞു, സിസ്റ്റമാറ്റിക്കും കസ്റ്റമാറ്റിക്കും ആക്കാം. ഈ കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല, അത് ഞാൻ ഉണ്ടാക്കിയതാ. എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ അറിയോ? ഇംഗ്ലീഷുകാർ നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ഉണ്ടാക്കാം, ആരുടെ പെർമിഷൻ വേണ്ട, പാർലമെന്റ് നിയമമൊന്നും വേണ്ട, ഇഷ്ടമുള്ള മാതിരി ഉണ്ടാക്കാം. അല്ലെങ്കിൽ അടിപൊളി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇപ്പൊ അത് എന്തിനാ ഉപയോഗിക്കണേ? അടിപൊളിക്ക് അടിച്ചു പൊളിക്കുക. അത് നല്ല പാട്ടിന് ഇപ്പൊ അതല്ലേ ഉപയോഗിക്കണേ. ഒരു റോസാപ്പൂ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്താ പറയാ? ഭയങ്കര റോസാപ്പൂ എന്നാ പറയാ. ഭയങ്കരം എന്ന വാക്ക് പുലിക്കും സിംഹത്തിനൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ, റോസാപ്പൂവിന് ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മലയാളിക്ക് വലിയൊരു ഗുണമുണ്ട്, ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു ഗുണമാണ് കളയുക എന്ന വാക്ക് ഉപയോഗിക്കുക. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കണില്ല അല്ലേ? ബാക്കി എല്ലാവരും ഊണ് കഴിക്കാന്നാ പറയാ. നമ്മൾ പറഞ്ഞാൽ എന്നാ ഉണ്ട് കളയാമല്ലേ, പോയി കളയാമല്ലേ, ഉറങ്ങിക്കളയാമല്ലേ അല്ലെ? എന്തായാലും എല്ലാത്തിലും കളയാൻ ചേർത്ത് പറയുന്നത് നമ്മളല്ലേ ഉള്ളൂ. സാറിന്റെ കൂട്ടുകാരൻ വന്നിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ടാ, എന്നാ സംസാരിച്ച് കളയാ അല്ലേ? സംസാരിച്ച് കളയാ, ഉറങ്ങിക്കളയാ, ഊണ് കഴിച്ച് കളയാ, ഇരുന്ന് കളയാ, എല്ലാം കളയൽ ചേർത്തിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വേറൊരു വാക്കും കൂടി മലയാളിക്ക് ഉണ്ട്. എന്താ? കുഴപ്പമില്ല. എന്ത് ചോദിച്ചാൽ സാമ്പാർ എങ്ങനെയായിട്ടുണ്ട്? കുഴപ്പമില്ല. അപ്പൊ വേറെ എന്തിനോ കുഴപ്പമുണ്ട്, ഇതിന് കുഴപ്പമില്ല. കാറിന് കുഴപ്പമുണ്ട്, ഇതിന് കുഴപ്പമില്ല. എന്നാലും മലയാളി പിന്നെയും ചില കുഴപ്പം കാണിക്കും. കണ്ടിട്ടുണ്ടോ? 103.5 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ പനിക്ക് എന്താന്ന് പറയാ? നല്ല പനി ഉണ്ടെന്നാ പറയാ. ചീത്ത പനിയല്ല, നല്ല മഴ എന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റിയേ. മോശമായിട്ടുള്ള മഴയല്ല, നല്ല മഴയാ.
വെയില് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിലെന്നാ പറയാ. സാമ്പാറിന് മുളക് 4 ഇരട്ടി ഇട്ട് കഴിഞ്ഞാല് ചീത്ത എരിവ് എന്നാരെങ്കിലും പറയോ? ഇല്ല, സാമ്പാറിന് നല്ല എരിവെന്നാ പറയാ. എങ്ങനെയൊക്കെയോ മലയാളം ഇങ്ങനെ ആവാൻ കാരണം എന്താന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഉത്തരേ കിട്ടിയുള്ളൂ. ലോകത്തിലെ 239 രാജ്യത്തില് ഒരു രാജ്യവും കോടാലി എറിഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഒരു രാജ്യം ഉണ്ടാക്കാൻ ആരെങ്കിലും കോടാലി എറിയുമോ? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണ്ടേ. 773 കിലോമീറ്റർ കന്യാകുമാരിയിൽ നിന്ന് എറിഞ്ഞതാണ് ഗോകർണത്തിൽ എന്ന വീട് രാജ്യം ഉണ്ടായത്. എന്തായിരിക്കാം അങ്ങനെ പറയാൻ കാരണം? അന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഇന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ യഥാർത്ഥത്തിൽ മലയാളി അല്ല കേട്ടോ, ധൈര്യമായിട്ട്. എന്നാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും കേരളത്തിൽ തന്നെ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രയും സന്തോഷം സംതൃപ്തിയും തരുന്ന ഒരു ജനത, എന്തെല്ലാം കുഴപ്പം അവിടെ ഉണ്ടെങ്കിലും വളരെ ഗംഭീരമായിട്ട് ജീവിക്കാൻ നല്ല രസമാണ്. 37,000 പേര് തിരുവനന്തപുരത്ത് ഉപരോധത്തിന് വന്നപ്പോൾ ചിന്തിച്ചത് ഊണ് കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്, കളയുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെയും ചിലപ്പോൾ അബദ്ധം പറ്റും, എന്നാലും ഒരു രസമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ആ കേരളത്തിലെ ജനതയ്ക്ക് ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി ആവണമെങ്കിൽ ഈ മനസ്സില് കുറച്ചുകൂടി മാറ്റം വരുത്തിയാൽ, അത് കഥകൾ കേട്ട്, സന്ദേശങ്ങൾ കേട്ട്, അനുഭവങ്ങൾ കേട്ട്, രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെച്ച്, നന്മ നിറഞ്ഞ ചിന്തകള് മനസ്സിൽ നിറച്ച്, രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും നന്മയിലേക്ക് പോകാൻ സാധിച്ചാൽ ആ മനസ്സ് വളരെ വളരെ ഗംഭീരവും. ശരിക്കും ഇന്ന് കേരളീയരുടെ മനസ്സില് എന്താ പ്രശ്നം എന്നൊന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ പാരഗ്രാഫ് കൊണ്ട് മനസ്സിലാവും. ലോകത്തിലെ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തിലാണ്. 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് വേൾഡിലെ ഹയസ്റ്റ് കേരളത്തിലാണ്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ വേൾഡിലെ ഹയസ്റ്റ് കേരളത്തിലാണ്, 28.5%. സ്കിൻ ഡിസീസിന്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് 12.8%. സൈക്കോസൊമാറ്റിക് ഡിസീസ്, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങള്, ഇതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. എന്താ കാരണം? എല്ലാം തികഞ്ഞ കേരളത്തില് മനസ്സിന് എന്തൊക്കെയോ അസ്വാസ്ഥ്യം നിറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ ആശുപത്രിയിലും രാവിലെ 8 മണിക്ക് വന്നാൽ ഒരു 2 or 3 കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്ന ആകെ സദസ്സിന്റെ അത്രയും ആൾക്കാരാണ് OP ടിക്കറ്റിന് വന്ന് നിൽക്കുക. തിരുവനന്തപുരത്ത് ഞാൻ കാണാറുണ്ട്. എന്താ ഇത്രയും രോഗമുണ്ടെന്ന് തോന്നാൻ കാരണം? വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, ഇംഗ്ലീഷിൽ പറയാം, 2 പ്രാവശ്യം ആവർത്തിക്കാം. We have got a wrong notion. We have got a wrong notion. We think that the good increases continuously and evil decreases continuously. Wrong, my dear friends. If good increases, evil will also increase. ഇത് നമ്മൾ പലപ്പോഴും അറിയണില്ല. നല്ലൊരു വരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിവേകാനന്ദന്റെ വരിയുടെ ട്രാൻസ്ലേഷൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ ധരിക്കുന്നു നന്മ നിറഞ്ഞത് നിരന്തരം വർദ്ധിക്കുന്നു എന്നും തിന്മകൾ നിരന്തരം കുറയുന്നു എന്നും നിങ്ങൾ അറിയാതെ ധരിക്കുന്നു. നന്മകൾ മാത്രമുള്ളൊരു കാലം ഉണ്ടാകും, തിന്മകളില്ലാത്ത ഒരു കാലം ഭാവിയിൽ ഉണ്ടാകുമെന്ന് ധരിക്കുന്നു.
തെറ്റാണ്. നന്മകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തിന്മകളും വർദ്ധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നന്മകളും തിന്മകളും ചേർന്ന ജീവിതം, സുഖവും ദുഃഖവും ചേർന്ന ജീവിതം, ഉയർച്ചയും താഴ്ചയും ചേർന്ന ജീവിതം. അടുത്ത കാലത്ത് ഒരാളെന്നെ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചു. പാതിരാത്രിക്ക്, അർദ്ധരാത്രിക്ക് വിളിച്ച ആദ്യത്തെ ചോദ്യം, സാർ ഉറങ്ങാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, പാതിരാത്രിക്ക് പിന്നെ തിരുവനന്തപുരത്ത് എന്താ ചെയ്യാ? ഉറങ്ങാണെങ്കിൽ നാളെ രാവിലെ വിളിക്കാം. അത് വിളിക്കാനായി പാതിരാത്രിക്ക് എന്നെ വിളിച്ച്? അല്ല സാർ, ഞാൻ ഒന്ന് പറയുന്നത് സാറിന് കേൾക്കാൻ സമയമുണ്ടോ? ഏതായാലും വിളിച്ചില്ലേ, പറയാൻ പറഞ്ഞു. സാർ, എനിക്ക് 3 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചു പറയാ, 3 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അത് 28 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ആ 28 ലക്ഷവും ഷെയർ ബിസിനസ്സിലിട്ടു. ഷെയർ ബിസിനസ് പൊട്ടി. ഇപ്പൊ എന്റെ ഭാര്യ മാനസിക രോഗിയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനേക്കാൾ വലിയ, അയാൾ പറയാണ്, അതിനേക്കാൾ വലിയ ദുഃഖം 3 ഏക്കർ റബ്ബർ തോട്ടത്തിന് ഇപ്പോ 1 കോടി രൂപ വിലയുണ്ട് സാർ. ഇതാണ് ഒറ്റ ശ്വാസത്തിൽ അയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യാ? നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക്, അല്ല സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇനി ഒന്നേ ഉള്ളൂ, ആ 3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നങ്ങോട് വിചാരിക്കാം. ഇനി സൗദി അറേബ്യയിൽ നല്ല ജോലി ചെയ്ത് കിട്ടുന്ന പൈസ റബ്ബർ തോട്ടം വാങ്ങിക്കണ്ടെന്ന് വിചാരിക്കാം. ഷെയർ ബിസിനസ്സിൽ ഇടണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് കഴിയുമ്പോൾ കിട്ടിയ പൈസ കൊണ്ട് നാട്ടിൽ വന്ന് നല്ല രീതിയിൽ ചെറിയൊരു ബിസിനസ് ഇട്ട് ജീവിക്കാം. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഭാര്യയെ ആദ്യം സമാധാനിപ്പിക്കാം. ആ 3 ഏക്കർ തോട്ടത്തിന് 1 കോടി രൂപ വരുമെന്ന് അവരെ അറിയിക്കാതിരിക്കാം. അവര് നോർമൽ ആവട്ടെ. ഇതാണ് ഒരാളുടെ ടെൻഷൻ. അടുത്ത കാലത്ത് തന്നെ വിളിച്ചതാ. ഇതുപോലെ വേറൊരു സ്ത്രീ രാവിലെ 3 മണിക്ക് ഇതേ ചോദ്യം വിളിച്ചിട്ട്, സാർ ഉറങ്ങാണോ? ഞാൻ പറഞ്ഞു, എന്താ പറയാ, ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേൽക്കും സാർ. എനിക്ക് ഭയങ്കര ടെൻഷനാ 3 മണിക്ക് എണീക്കുമ്പോ. ഞാൻ പറഞ്ഞു, എന്നാ 5 മണിക്ക് എഴുന്നേറ്റാ പോരെ? അതല്ല, 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ ടെൻഷൻ എന്താ കറി ഉണ്ടാക്കണ്ടേന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ വിളിക്കാൻ കാരണം എന്താ ഈ കറി ഉണ്ടാക്കുന്നതിന്? അല്ല സാറ് 5.5 വർഷം അമൃത ടിവിയിൽ പൈതൃക സന്ദേശം കൊടുത്ത ആളല്ലേ. എന്റെ ഈ ടെൻഷൻ കുറയ്ക്കാൻ സാറിന്റെ എന്തെങ്കിലും വഴി കാണും എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കറിയാവുന്ന എല്ലാ കറികളും A4 സൈസ് പേപ്പർ എടുത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് 1ാമത്തെ കറി ഇന്നുണ്ടാക്കാം, 4ാമത്തെ കറി നാളെ ഉണ്ടാക്കാം, 8ാമത്തേത് മറ്റന്നാളെ ഉണ്ടാക്കാം, 13ാമത്തേത് അടുത്ത ദിവസം ഉണ്ടാക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയും. ആ സ്ത്രീ അതേ ദിവസം 6 മണിക്ക് എന്നെ വിളിച്ച് അവര് പറഞ്ഞെന്താ അറിയോ, എനിക്ക് 46 തരത്തിലുള്ള കറി ഉണ്ടാക്കാൻ അറിയാൻ സാറേ. അതിന് 46 ദിവസം എനിക്ക് ടെൻഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയത് വീണ്ടും ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ ഇപ്പൊ ഇത് നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു ഐഡിയ എന്റെ മുമ്പിലുള്ള നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഇപ്പൊ വരെ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷന്റെ 90% ഇല്ലാതെയാക്കാൻ പറ്റും നിങ്ങൾക്ക്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. 1 എഴുതി വെക്കുക. 1, 2, 3. നിങ്ങൾ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 5 ബുക്കുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഓരോ ദിവസവും രാവിലെ ഞാൻ 4-4:30 മണിക്ക് എഴുന്നേൽക്കും. കുളി കഴിഞ്ഞ് വേദം വായിക്കും. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ചെയ്യും. ആ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അന്ന് ചെയ്യാനുള്ളത് എഴുതി വെക്കും. നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതല്ല നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. അത് ചെയ്യലല്ല, ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കലാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത്. ആ വർക്ക് ചെയ്യുന്നതിലല്ല നമുക്ക് ആർക്കും ടെൻഷൻ. ഫോൺ വിളിക്കണം എന്ന ചിന്തയാണ് ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഫോൺ വിളിക്കലല്ല ടെൻഷൻ ഉണ്ടാക്കാം. ആ സ്ത്രീയോട് 3 മണിക്ക് എന്നെ വിളിച്ച സ്ത്രീയോട് പറഞ്ഞ അതേ സന്ദേശം ഞാൻ നിങ്ങൾക്കും തരുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ഒന്ന് എഴുതി വെക്കുക. അത് ചെയ്തു കഴിഞ്ഞത് ടിക്ക് ചെയ്യുക. നിങ്ങൾ ഒരു 7 മണി 8 മണി 9 മണിയാവുമ്പോ, രാവിലെ 9 മണിയാവുമ്പോഴത്തേക്കും വൈകുന്നേരം വരെ ചെയ്യാനുണ്ടെന്ന് ധരിച്ചിരുന്നതെല്ലാം 9 മണിക്കുള്ളില് തീർന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്തിനാ ടെൻഷൻ? അല്ല സർ, ടെൻഷൻ എടുക്കാതെ നിവൃത്തിയില്ല ഇപ്പൊ ചിലർക്ക്. കാരണം അത് ശീലായി. ഈ ചായക്ക് പഞ്ചസാര ഇട്ട് കുടിക്കുന്ന മാതിരി വേണ്ടതിനും വേണ്ടാത്തതിനും നമുക്ക് ഭയങ്കര ടെൻഷനാ. കാരണം ചെയ്യാനുണ്ടെന്നുള്ള ധാരണ. അതുകൊണ്ട് സയൻസ് ഓഫ് ലിവിങ്ങില് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യത്തെ 5 ആയിട്ട് തിരിക്കാം. 3 പ്രാവശ്യം ഞാൻ പറയാം. അത് വളരെ എളുപ്പം ഇന്ന് മുതൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. ചെയ്യാനുള്ള കാര്യത്തെ 5 ആയിട്ട് തിരിക്കാം. തിങ്കിങ് ഓഫ് ദ വർക്ക്, ആ വർക്ക് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കുന്ന സമയം, അതൊരു വർക്കാണ്. തിങ്കിങ് ഓഫ് ദ വർക്ക്, സ്റ്റാർട്ടിങ് ദ വർക്ക്, ഡൂയിങ് ദ വർക്ക്, എൻഡിങ് ദ വർക്ക്, ഇവാലുവേറ്റിംഗ് ദ വർക്ക്. അതൊന്ന് പരിശോധിച്ച് നോക്കാം. നാളെ നിങ്ങൾ പരിശോധിച്ചാൽ മറ്റന്നാൾ നിങ്ങൾ പുതിയ മനുഷ്യനായി തീരും. തിങ്കിങ് അബൌട്ട് ദ വർക്ക്, സ്റ്റാർട്ടിങ് ദ വർക്ക്, ഡൂയിങ് ദ വർക്ക്, എൻഡിങ് ദ വർക്ക്, ഇവാലുവേറ്റിംഗ് ദ വർക്ക്. എന്നിട്ട് അതിന്റെ സമയം കുറച്ച് കൊണ്ടുവരിക. തിങ്കിങ്ങിൽ നിന്ന് ഇവാലുവേറ്റിംഗ് ഓഫ് ദ വർക്കിലേക്കുള്ള സമയം വളരെ കുറയ്ക്കുക. നിങ്ങൾക്ക് എത്രയാ ഫ്രീ ടൈം കിട്ടുക? ജീവിതത്തില് ആസ്വദിച്ച് ജീവിക്കാനുള്ള ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം വർക്ക് ഉണ്ട് എന്ന ധാരണയാണ്. വർക്ക് ചെയ്യാൻ ഒത്തിരി പെൻഡിങ് ഉണ്ടെന്നുള്ള ധാരണയാണ്. ഞാൻ ചിലപ്പോ 7 ദിവസം 8 ദിവസം ടൂറിന് പോവാം. ഈ പ്രാവശ്യം ഒക്ടോബർ 1-ാം തീയതി രാവിലെ ടൂറിന് പോയി. ഒക്ടോബർ 8-ാം തീയതി രാവിലെ 3 മണിക്കാണ് തിരുവനന്തപുരത്ത് വന്നത്. ആ 8 ദിവസത്തെ പെൻഡിങ് വർക്ക് 8-ാം തീയതി 11 മണിക്ക് തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പകർത്തണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാനുള്ളത് എഴുതി വെച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് പോയാൽ ഈ ജീവിതത്തില് എത്രത്തോളമാണ് വിശ്രമ സമയമുള്ളത് എന്നുള്ളത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 2 വാക്കുകൾ കൂടി ഓർമ്മിക്കാം. എഫർട്ട് ഈസ് ലെസ് ഇമ്പോർട്ടന്റ്, റിസൾട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ലോകത്തിലെ ആരും അന്വേഷിച്ചു വരില്ല. ലോകത്തിലെ ആരും അന്വേഷിച്ചു വരില്ല നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത്. ചെയ്തതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ വരി, എഫർട്ട് ഈസ് ലെസ് ഇമ്പോർട്ടന്റ് ഫോർ അതേഴ്സ്, റിസൾട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA-യുടെ ഡയറക്ടർ പീറ്റർ എഫ് ഡ്രക്കർ എഴുതിയ എസെൻഷ്യൽസ് ഓഫ് ഡ്രക്കർ എന്ന പുസ്തകം. നിങ്ങളിൽ മാനേജ്മെന്റ് കാഡറിലുള്ളവര് എസെൻഷ്യൽസ് ഓഫ് ഡ്രക്കർ എന്ന പുസ്തകം ഒന്ന് വായിച്ചാൽ നല്ല രസമാണ്. ശരിക്ക് വളരെ രസമാണ്. മാനേജ്മെന്റിന്റെ ഒരു തരത്തില് PF ഡ്രക്കർ ഭഗവത്ഗീതയുടെ കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഭഗവത്ഗീത നല്ലോണം പഠിച്ച ആളാണ്, വളരെ വ്യക്തമായിട്ട് പഠിച്ച ആളാണ് എന്നുള്ളത് ഒരു കാര്യവും കൂടി. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ മനസ്സിനെ കഥകൾ കേൾപ്പിക്കാം, സന്ദേശങ്ങൾ കേൾപ്പിക്കാം, അനുഭവങ്ങൾ കേൾപ്പിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നന്മ നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം, ചെയ്യാനുള്ള വർക്കുകൾ എഴുതി വയ്ക്കാം, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ മനസ്സിനോട് ഒന്ന് അറിയിക്കുക, നമ്മൾ ഈ ലോകത്തില് പെർമനന്റ് അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ മനസ്സിനെ അറിയിക്കുക. ഏത് പ്രശ്നങ്ങൾക്കും കുറെയെല്ലാം പരിഹാരമുണ്ട്. മനസ്സിനെ ഒന്ന് അറിയിക്കുക. നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരുണ്ട്,
നമ്മളെക്കാൾ വേദനിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അനാഥരുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, വിശക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ആരും താങ്ങും തണലും ഇല്ലാത്തവരും ഈ ലോകത്തിലുണ്ട്. എപ്പോഴും കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്, CPA, നല്ലൊരു അബ്രീവിയേഷനാണ്. CPA, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. മറ്റുള്ളവരുടെ ദുഃഖവും നിങ്ങളുടെ ദുഃഖവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. എന്നിട്ട് ഇടയ്ക്ക് മനസ്സൊന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോവാം. ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എച്ചിലയിൽ നിന്ന് പട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന പിച്ചക്കാര് ഇന്ത്യയില്, കേരളത്തില് ഇന്നുമുണ്ട്. വലിയ പണക്കാരുടെ വീട്ടിലെ വിവാഹ സദ്യ കഴിഞ്ഞ് എച്ചിലല പുറത്തിടുമ്പോൾ ആ എച്ചിലലയിൽ നിന്ന് പട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ടവർ ഇന്നുമുണ്ട്. ഏതോ സ്ത്രീയുടെയും പുരുഷന്റെയും വികാരത്തിമർപ്പില് ഒരു കുട്ടിക്ക് ജന്മം നൽകി അനാഥാലയത്തിലാക്കി പോകുന്ന ആ കുട്ടിക്ക് സ്വന്തം അമ്മയെയും അച്ഛനെയും കാണാനുള്ള, അവരുടെ തലോടലേൽക്കാനുള്ള വിധി ഭാഗ്യം ഇല്ലാത്ത കുട്ടികള് കേരളത്തില്, ഭാരതത്തില് ആയിരക്കണക്കിനുണ്ട്. വാർദ്ധക്യത്തിന്റെ പരമകാഷ്ഠയില് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന കിടക്കയില് മലവും മൂത്രവും പോയി ഈശ്വര മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വൃദ്ധര് ധാരാളമുണ്ട്. ഇടയ്ക്കെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഒരിക്കൽ തിരുവനന്തപുരത്ത് വരാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ, ഒരിക്കൽ തിരുവനന്തപുരത്ത് വരാൻ ഭാഗ്യം കിട്ടിയാൽ ഒരു 3 മണിക്കൂർ ഗോപാലകൃഷ്ണന് വേണ്ടി മാറ്റി വെക്കണം. ഒന്ന് RCCയിലേക്ക് പോകണം. റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോവുക. നിങ്ങളുടെ കുട്ടികളെയും കൂട്ടി വരണം. ആ 3 രൂപയോ മറ്റോ ആണ് ടിക്കറ്റ്. ഫസ്റ്റ് ഫ്ലോറിലൂടെ കടന്നു പോകുമ്പോ നിങ്ങളുടെ മുമ്പിൽ വരുന്ന കാഴ്ച 3 മാസം, 5 മാസം, 10 മാസം പ്രായമായ, 1 വയസ്സ്, 1.25 വയസ്സ് പ്രായമായ ചെറിയ കുട്ടികളുടെ തൊണ്ടയില് ക്യാൻസർ, നാവില് ക്യാൻസർ, യൂളയില് ക്യാൻസർ, കണ്ണിന്റെ ഉള്ളില്, തലച്ചോറിനകത്ത് ക്യാൻസർ. ക്യാൻസർ വന്ന് തലയൊക്കെ വളർന്നിരിക്കുന്ന കാഴ്ച കണ്ടാൽ നെഞ്ചത്ത് കൈവച്ച് കരയും നിങ്ങള്. ആ 6 മാസക്കാരനെയും 7 മാസക്കാരനും 8 മാസക്കാരിയുമായിട്ടുള്ള ക്യാൻസർ രോഗികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ എന്റെ മുമ്പിലിരിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം. ഇതെന്റെ അഭ്യർത്ഥനയാ. ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം. ഈ കുട്ടികള് ഒരു തുള്ളി വെള്ളം അകത്തേക്ക് ഇറങ്ങില്ല. കാരണം ഈ ക്യാൻസർ ടിഷ്യൂവിലൂടെ ആ വെള്ളം ഇറങ്ങാം. അത് വേദന കൊണ്ട് പുളയുന്ന ആ കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരുടെ കരച്ചില് നിങ്ങൾ ഒരിക്കൽ കണ്ടാൽ നിങ്ങൾക്ക് ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കാരണം ആ ദുഃഖം കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു ദുഃഖമല്ല. നമുക്ക് ദുഃഖം, ഇന്ന് രാവിലെ ഒരാള് പറയുകയുണ്ടായി, 10 മാർക്കിൽ 9.25 മാർക്ക് കിട്ടി, 1/4 മാർക്ക് പോയതിന്റെ ദുഃഖ നമുക്ക്. ഇവിടെ നാക്കില് ക്യാൻസർ, കാണാൻ വായിൽ പഴുത്തിരിക്കുന്നത്, വായ കൂട്ടിയടയ്ക്കാൻ പറ്റില്ല. ആ നാക്കിന്റെ ഭാഗം പ്രസ്സാവുന്നത് കൊണ്ട് കരയുന്ന കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോ കാലടിയിലെ ആദിശങ്കര കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റുഡന്റ് ഈ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. നാക്കിൽ ക്യാൻസർ ഉള്ള കുട്ടിക്ക്. ആ കുട്ടി കരച്ചിൽ നിർത്തി ആ ചോക്ലേറ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് 5 മിനിറ്റ് നിന്ന് കുറെ കഴിയുമ്പോ ആ കുട്ടി ആ അങ്കിളിനെ തന്നെ തിരിച്ചു വിളിച്ച ക്യാൻസർ വന്ന കുട്ടി ചോക്ലേറ്റ് തിരിച്ചു കൊടുത്തപ്പോ ആ സ്റ്റുഡന്റ് ചോദിച്ചു, മോനെ എന്താ ചോക്ലേറ്റ് കഴിക്കാത്തെ? ആ കുട്ടി പറഞ്ഞ ഉത്തരം എന്താ അറിയോ? എന്റെ നാക്കില് ക്യാൻസറാ, എനിക്ക് വെള്ളം പോലും ഇറക്കാൻ വയ്യ.
അപ്പോ ഈ ചോക്ലേറ്റ് തിന്നാൽ എനിക്ക് ഭയങ്കര വേദനയാ. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് കയ്യിൽ കുറച്ചു നേരം പിടിച്ച് പിന്നെ അവര് പോകുമ്പോ അവർക്ക് തിരിച്ചു കൊടുത്തേക്കാൻ. അതുകൊണ്ടാ ഞാൻ തിരിച്ചു തന്നത്. ആ കുട്ടിയുടെ വേദന നാക്കില് കാണാൻ നമുക്ക് പുറത്തുണ്ടാ, നാക്കില് ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ. അറിയണം നിങ്ങള്, നിങ്ങളുടെ മനസ്സിനെ, നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, വാശിയിൽ നിന്ന് വാശിയില്ലാത്ത അവസ്ഥയിലേക്ക്, ദേഷ്യത്തിൽ നിന്നും പകയിൽ നിന്നും അതില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ ദുഃഖം, വിശക്കുന്നവരുടെ ദുഃഖം, വൃദ്ധരുടെ ദുഃഖം, അനാഥരുടെ ദുഃഖം, രോഗികളുടെ ദുഃഖം, അതുപോലെ തന്നെ എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ എവിടെയെങ്കിലും ആവട്ടെ, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ട്, ഒരു 10 മിനിറ്റ് ചങ്കൂറ്റത്തോടു കൂടി മോർച്ചറിക്കകത്തൊന്ന് കയറി നിൽക്കാം. മോർച്ചറിക്കകത്ത് കയറി കൈകെട്ടി നിൽക്കാം. സാധാരണ അനുവദിക്കില്ല, ഒരു 50 രൂപ കൊടുത്താൽ അവർ കയറിക്കോളാൻ പറയും. അകത്ത് കയറി ഒരു 10 മിനിറ്റ് ഈ ഡെഡ് ബോഡി ഇങ്ങനെ അട്ടിയാക്കി വെച്ചിരിക്കുന്നത് കാണാം. എന്നെങ്കിലും ഒരു ദിവസം നമ്മളും അതുപോലെ കിടക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പൊ കാണാം ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ വരുന്ന മകനോ മകളോ ഒറ്റയ്ക്ക്, ആരും സഹായിക്കാനില്ല. അച്ഛന്റെ ഡെഡ് ബോഡി ഈ സ്ട്രെച്ചറിലിട്ട് ആ ആശുപത്രിയുടെ ഗേറ്റിൽ പോകുമ്പോ ആംബുലൻസിലെ ഡ്രൈവറുമായിട്ട് മരിച്ച വ്യക്തിയുടെ മക്കള് ബാർഗെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. പാവങ്ങളാ, അതുകൊണ്ടാ ബാർഗെയിൻ ചെയ്യുന്നത്. അച്ഛന്റെയോ അമ്മയുടെയോ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പൈസ ഇല്ലാതെ ഈ ആംബുലൻസിലെ ഡ്രൈവർമാരുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയും നിങ്ങൾ കാണണം. ഞാൻ ഒന്നും കഥ പറയല്ല, സത്യത്തില് ഞാൻ കുറേ കുട്ടികളെ ചെന്ന് കാണിക്കാറുണ്ടത്. നമ്മുടെ മനസ്സ് ശരിക്കും നോർമൽ ലെവലിലേക്ക് വരണമെങ്കിൽ ചിലപ്പോ രാമായണം വായിച്ചാലോ മഹാഭാരതം വായിച്ചാലോ മറ്റു മതഗ്രന്ഥങ്ങൾ വായിച്ചാലോ നോർമൽ ലെവലിലേക്ക് വരുന്നതിനേക്കാൾ എളുപ്പത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞ കാഴ്ചകള് ഒന്ന് കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ശരിക്ക് സയൻസ് ഓഫ് ലിവിങ്ങില് മാനസിക സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ഈ ലോകത്തിന്റെ മറ്റേ സൈഡ്, ഇപ്പൊ കാണുന്ന സൈഡ് അല്ല, അപ്പുറത്തെ സൈഡ് കൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് മനസ്സിനെ ഉയർത്തുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കിടന്ന് നമ്മുടെ വീടുകളിലൊക്കെ എന്താ നടക്കുക? ചിലപ്പോ ഒരു ദിവസം സാമ്പാറിന് ഉപ്പ് കൂടിയാൽ അന്ന് ആ വീട് ചിലപ്പോ യുദ്ധക്കളമായി മാറും. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഇന്ന് മനഃപൂർവ്വമാണ് സാമ്പാറിന് ഉപ്പിടാത്തത്. എന്നോട് ഇന്നലെ ഉള്ള ദേഷ്യ. എന്തോന്നാ ദേഷ്യം? കുറച്ച് ഉപ്പ് അവനവൻ തന്നെ ഇട്ടാ പോലെ. ഇത്ര വലിയ പ്രോബ്ലം. ഉപ്പ് കുറഞ്ഞു അല്ലല്ല, ഉപ്പ് കണ്ടമാനം കൂടുതൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനെന്താ അത്ര പ്രശ്നം? ഉപ്പ് കൂടിയാൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പ് കുറഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇടുക. നമ്മള് ഇഷ്യൂ ഇല്ലാത്ത ഇഷ്യൂവിനെ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് കയറി നമ്മള് ഭയങ്കരമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്നു വീട്ടില്. എന്നിട്ട് വീട്ടിൽ എഴുതി വെക്കും, എന്താണ്? ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ. മൂന്നാമത്തെ ഒരു വരി കൂടി എഴുതണം. നാലാമത്തെ വരി വേണ്ടേ? ഒരു ശ്ലോകത്തിന് 4 വരിയല്ലേ? ആദ്യത്തേത് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, രണ്ടാമത്തേത് യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, മൂന്നാമത്തേത് അല്ലാഹു ഈ വീടിന്റെ നാഥൻ, നാലാമത്തേത് ഞാൻ കുളമാക്കിയ വീടിന്റെ. എന്നാലേ 4 കൂടി ശരിയാവുള്ളൂ. നമ്മളല്ലേ നമ്മുടെ വീട് കൊളാക്കുന്ന, വേറെ വല്ലേരുവാ? ഞാൻ പലപ്പോഴും ചിലരൊക്കെ എന്നെ വിളിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇന്ന് എനിക്ക് ബഹറിനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ക്ഷണിച്ച പമ്പാവാസൻ സാറിനോട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, ക്ലാസ് ഒക്കെ എടുക്കാൻ തയ്യാറാണ്,
പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുന്ന ഓഡിറ്റോറിയം മൊത്തം മഞ്ഞ കളറുള്ളതാവണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താ ചെയ്യാൻ പറ്റുക? മൊത്തം മഞ്ഞ കളറുള്ളതാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ വിചാരിക്കാം? ഇവിടെ സൈഡിൽ മഞ്ഞയാക്കാൻ കർട്ടൻ ഇടാം. ഈ നിലത്തെങ്ങനെയാ മഞ്ഞയാക്കാം? ഇതിന്റെ മുകൾ എങ്ങനെയാ മഞ്ഞയാക്കാം? വരുന്ന വ്യക്തികൾ മഞ്ഞ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കില്ല. അപ്പൊ ഒരാള് സാറിനോട് പറഞ്ഞു എന്ന് വിചാരിക്കാം, ഒരു കാര്യം ചെയ്യാം, 35 രൂപ കൊടുത്ത മഞ്ഞ ഗ്ലാസ് ഉള്ള ഒരു കണ്ണട മേടിച്ച് ഗോപാലകൃഷ്ണന് കൊടുത്താൽ മൊത്തം മഞ്ഞയായി കാണില്ലേ? ഈ ചുറ്റുപാടുകളെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം അവനവനില് മാറ്റം ഉണ്ടാക്കാം. അപ്പൊ എന്നില് കുറെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ എനിക്ക് ഈ ചുറ്റുപാടുകളിലുള്ള തിന്മകളൊന്നും എന്നെ അത്രയും വലുതായിട്ട് ബാധിക്കില്ല. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഐ ഒരക്ഷരേ ഉള്ളൂ, VWE 2 അക്ഷരമുണ്ട്, U 3 അക്ഷരമുണ്ട്, ദേ 4 അക്ഷരമുണ്ട്, ഗ്രൂപ്പ് 5 അക്ഷരമുണ്ട്. ഏത് മാറ്റാനാ എളുപ്പം? ഐ മാറ്റാനാ എളുപ്പം. ഒരക്ഷരേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ മാറിയാൽ നന്നാവില്ലേ? ഇത്രയാ മാറ്റം ഉണ്ടാവുക. ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒന്നാണ്, ആദ്യം ഒരാള് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പഠിക്കുക. ചിരിക്കാൻ പഠിക്കുന്നതോടുകൂടി 70% പ്രശ്നങ്ങൾ തീർന്നു. ഈ മദ്രാസില് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന അവിടെ നിന്നാണ്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അവരുടെ വീട്ടിലേക്ക്. അപ്പൊ ഈ മദ്രാസിൽ അറിഞ്ഞോണ്ട് മൗണ്ട് റോഡ് ക്രോസ് ചെയ്തു. മൗണ്ട് റോഡ് ക്രോസ് ചെയ്ത 500 രൂപ പിഴയാണ്. അതിന് സബ്വേയും കൂടെ പോവാൻ പാടുള്ളൂ. പക്ഷെ പെട്ടെന്ന് പോകാനുള്ള ധൃതി കൊണ്ട് ഇടത്തോട്ട് വലത്തോട്ട് നോക്കി ആരും ഇല്ല എന്നറിഞ്ഞ്, ഇപ്പോഴല്ല 3 കൊല്ലം മുമ്പ് ക്രോസ് ചെയ്ത് നടുക്കെത്തിയപ്പോ പോലീസുകാരെ പിടിച്ചു. പോലീസുകാരെ പിടിച്ച ഉടനെ ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാ? അയാള് അത് താനാക്കും എന്ന് പറഞ്ഞു. അയാളുടെ വിഷയം, അയാളുടെ മനസ്സ് വേറൊന്നിലേക്കുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് 500 രൂപ കൊടുക്കണം. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്ര വർഷമായി എന്നറിയാമോ? 1971 മുതൽ പോകുന്നുണ്ട്. എനിക്കറിയാത്തതല്ല. അപ്പൊ ഒന്ന് ചിരിച്ച്, ഇത് നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ചെയ്ത അവിടെ ചെയ്യണമെന്നില്ല. ഞാൻ ആ വിഷയം ഒന്ന് മാറ്റി അവരെ ഒന്ന് ചിരിച്ച് അവരോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ ഇതൊന്നും ഒരു ഇഷ്യൂ ആവില്ല. നമ്മൾ ധരിക്കുന്ന ഒന്നും ഒരു ഇഷ്യൂ ആവില്ല. പലപ്പോഴും ഇഷ്യൂ ആവുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ ആവുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളാണ്. We are the problem creators and we are the peace destroyers എന്ന് വെറുതെ കണ്ണടച്ചിരുന്നാല് മനസ്സിലാവും. അത് മാത്രല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവനെ പുറകിലൊന്ന് തട്ടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക, അനുഗ്രഹിക്കാൻ പഠിക്കുക. അനുഗ്രഹിക്കാൻ, അഭിനന്ദിക്കാൻ, ആശീർവദിക്കാൻ, ആശ്വസിപ്പിക്കാൻ ഒക്കെ ആയിൽ തുടങ്ങുന്നതാണ്. അഭിനന്ദിക്കാൻ, അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ, ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുക. നമ്മളും അത് പഠിക്കുക. നല്ലത് ചെയ്താൽ അപ്പോ വെരി ഗുഡ്, വെരി വെൽ ഡൺ എന്നത് പറഞ്ഞു നോക്കുക. നിരന്തരം പറയണ്ട, ഇടയ്ക്കെങ്കിലും. അത് പറയുമ്പോ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അടക്കാൻ വലിയ വിഷമമില്ല. എന്താ കാരണം? നമ്മൾ നല്ലത് ചെയ്ത് വേറൊരാൾ നമ്മളെ അഭിനന്ദിച്ചാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവോ ആ സന്തോഷം അയാളിലും ഉണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ മുഴുവനും പശ്യേമ ശരദശതം ജീവേമ ശരദശതം ശൃണ്വാമ ശരദശതം മോദേമ ശരദശതം. 100 വയസ്സ് വരെ സന്തോഷിക്കാനാ, 100 വയസ്സ് വരെ ആശ്വസിപ്പിക്കാം, 100 വയസ്സാവുന്നത് വരെ അനുമോദിക്കാം, അഭിനന്ദിക്കാം, ആശ്വസിപ്പിക്കാം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. മറ്റുള്ളവരുടെ വിജയീ ഭവ, സുപുത്രവാൻ ഭവ, അതിന് ദീർഘായുഷ്മാൻ ഭവ, എന്ന മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ, സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻ മാ പ്രമദ, സത്യാന്നം പ്രമദിതവ്യം. എല്ലാം മനസ്സിനുള്ളതാണ്. സത്യമേ പറയാവൂ,
വാക്കുകൾ മനസ്സ് നന്മയുണ്ടെങ്കിലേ സത്യം വരുള്ളൂ. അതുപോലെ നല്ല 3 വാക്കുകൾ കൂടിയുണ്ട്. ഉത്തിഷ്ഠത, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാന്നിബോധത. മനഃപ്പാഠമാക്കേണ്ട ഒരു ഉപനിഷത്ത് സന്ദേശം. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും ഞാൻ തളരില്ല എന്നൊരു തീരുമാനം എടുക്കാം. എന്ത് പ്രശ്നം ഉണ്ടായാലും തളരില്ല. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജാഗ്രത, ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. എന്താ ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം? ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്ന വസ്തുവിന് പറയുന്ന പേരാണ് ജഗത്ത്. ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാന്നിബോധത. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി അനുനിമിഷം ഉയരുക. ഈ വരി വളരെ വളരെ നല്ലതാ. അത് ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. എന്തും വരട്ടെ, അതപ്പ കാണാം എന്നൊന്ന് തീരുമാനിച്ചു നോക്കുക. എത്രയാ മനസ്സിന് ടെൻഷൻ റിലീഫ് എന്നറിയോ? എന്തും വരട്ടെ അപ്പ കാണാം. തിന്മ ചെയ്തിട്ട് എന്തും വരട്ടെ എന്നല്ല, നന്മ ചെയ്തിട്ട് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്തിട്ട് എന്തും വരട്ടെ ഞാൻ അപ്പ കാണാം. അതാണ് ഉത്തിഷ്ഠത, ജാഗ്രത. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഈ ലോകത്തില് പെർമനന്റ് അല്ല. പ്രാപ്യവരാന്നിബോധത. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി സ്വയം പ്രബുദ്ധരാവാൻ സാധിക്കാം. ഇത്രയും സാധിച്ചാൽ മനസ്സില് രോഗമുണ്ടാവില്ല. രാവിലെയും വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിക്കാം, ചില കീർത്തനങ്ങളൊക്കെ ജപിക്കാം. അതുപോലെ ശരീരത്തിനും കുറെ നന്മകൾ ചെയ്യണം. സയൻസ് ഓഫ് ലിവിങ്ങില് വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. എന്താ കാരണം? ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന്റെ പാരലലായിട്ട് കിടന്നാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ തലച്ചോറിൽ ബ്ലോക്ക് ആയാൽ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ട് ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യത, മൈഗ്രെയിൻ ഉണ്ടാവാൻ സാധ്യത, പഠിച്ചത് മറന്നു പോവാൻ സാധ്യത, ദേഷ്യം വരാനുള്ള സാധ്യത കൂടും. ഇത് തെളിയിച്ചിരിക്കുന്നതാ. ഞാൻ എൻ്റെ വക ഇന്റർപ്രിട്ടേഷൻ തരുന്നതല്ല. അതുപോലെ സാധിക്കുമെങ്കിൽ സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക. 5:30 ഐഡിയൽ. ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയമാണത്. ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം 5:30 മുമ്പ് എഴുന്നേൽക്കുക. ശരീരം ഫ്രഷ് ആയിരിക്കും. അതുപോലെ കിടക്കയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ കിടക്കയിൽ ഒരു 30 സെക്കൻഡ് ഇരുന്ന് പ്രാർത്ഥിക്കാം. ഏത് ഈശ്വരനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിനുണ്ടാവുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ 30 സെക്കൻഡ് ഈ പ്രാർത്ഥനാ രൂപത്തില് കിടക്കയിൽ ഇരിക്കുന്നത് നല്ലതാ. പ്രാർത്ഥിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. തലശ്ശേരിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോ ഒരാള് എന്നോട് പറഞ്ഞു, ഞാൻ ഇടതുപക്ഷക്കാരനാണ് സർ, അതിനെനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ഇരിക്കാം. ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു, ഇതിന്റെ പേര് രാജൻ എന്നാണ്, തലശ്ശേരി രാജൻ. രാജൻ സാറെ രാവിലെ എണീറ്റ് കിടക്കയിലിരുന്ന് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിരാഗൗരി എന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. സഖാക്കളെ മുന്നോട്ട് 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 പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പറയുമ്പോൾ നാളെ മുതൽക്ക് പറയണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അതെന്താ അങ്ങനെ? ഈ ഗോപാലേഷന്റെ പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ 5:30 തൊട്ട് രാവിലെ സഖാക്കളെ പറയുന്നു. എന്തോ കുഴപ്പമുണ്ട്? ഒരാഴ്ച കഴിഞ്ഞു എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇതൊന്നുമില്ല. ഷാരൂഖ് ഖാന്റെ ഒരു പാട്ടുണ്ടല്ലോ, ജയ്യ 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 ജയ്യ, അത് പാടിയാലും മതി. ഒന്നേ ഉള്ളൂ, 30 സെക്കൻഡ് ഇരിക്കാൻ. ഭാരതീയർ 3000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച മെത്തേഡ്. ഒരു കീർത്തനം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന പല്ല് തേക്കാതെ, നാക്ക് പൊടിക്കാതെ, മുഖം കഴുകാതെ കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം അതിന്റെ ഉദ്ദേശം പ്രാർത്ഥിക്കലല്ല, നമ്മളെ ഒന്ന് ഇരുത്തലാണ്. ആ കിടക്കയില് ഇരുത്തല്. എന്നിട്ട് ഭൂമി തൊട്ട് സാധിക്കുമെങ്കിൽ തലയിൽ വെക്കുക. ബഹറില്ലത് വേണമെന്ന് നിർബന്ധമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല സ്ഥലത്തും കാർപ്പറ്റാണ്, നോൺ കണ്ടക്ടറാണ്.
നല്ല ഫ്ലോർ ആണെങ്കിലേ കിടക്കയിൽ കിടന്ന് ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോകാനാണ് കൈകൊണ്ട് ഭൂമി തൊടണം എന്ന് പറയുന്നത്. കാലുകൊണ്ട് ഭൂമി തൊട്ടാൽ കാലുവഴിക്ക് അത് എർത്ത് ചെയ്തു പോയാൽ കാലില് ആർത്രൈറ്റിസ്, വാതരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ ആദ്യം തൊട്ടാൽ കയ്യിലൂടെ എർത്ത് ചെയ്ത് പോക്കോളും ഇലക്ട്രിസിറ്റി. അതിൻ്റെ ഒരു സയൻസാണത്, പ്യുവർ സയൻസാ. ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സയൻസ് ഉണ്ടാക്കിയതല്ല. കാരണം എനിക്കറിയാം, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ ശരിക്കും ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് മാതിരി ഇട്ടിട്ടാ പോകുന്നത്. -65 ഡിഗ്രി സെന്റിഗ്രേഡാ, സൂര്യനെ കാണുകയില്ല, ആർട്ടിക് ഓഷ്യനില്ല. അപ്പൊ ഞാനിങ്ങനെ കാർപ്പറ്റിലൂടെ നടന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ലാബറട്ടറിയില്, അത് സ്റ്റീലിന്റെ ഡോറാ, ഈ ചാവി ഇടുമ്പോ എൻ്റെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ചാവി വഴിക്ക് എർത്ത് ചെയ്ത് പോകുമ്പോ എനിക്ക് കിട്ടുന്ന ഷോക്ക് എനിക്കറിയാം. അത് കാരണം ശരിക്കും ഒരു കമ്പിളി കൊണ്ട് പൊതഞ്ഞിട്ടേ ഞാൻ ഈ താക്കോലിടുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഷോക്കാ കിട്ടുക. അപ്പൊ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്ത് പോയാൽ ഉണ്ടാകുന്ന രോഗം ഒഴിവാക്കാൻ കൈ ഭൂമിയിൽ തൊടുന്നു. അപ്പൊ ശരീരത്തിന്റെ നന്മയ്ക്കുള്ള ആഹാരങ്ങൾ ധാരാളമുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക, രാവിലെ കുളിക്കുക. അതുപോലെ നമ്മള് രാവിലെ ചായയോ കാപ്പിയോ കുടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുക. അന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്ന കാലഘട്ടത്തില് കേരളത്തിലെ സ്ത്രീകളിൽ ഒരാൾക്ക് പോലും അനീമിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോ കേരളത്തിലെ സ്ത്രീകളില് 50% പേർക്ക് അനീമിയ ഉണ്ട് എന്നാണ് റീസെന്റ് റിപ്പോർട്ട്. 40 ആയിരുന്നു 2-3 കൊല്ലം മുമ്പ് വരെ. എന്താ കാരണം? അയേൺ അകത്തേക്ക് പോകുന്നില്ല. സ്റ്റീൽ പാത്രം, ടെഫ്ലോൺ കോട്ടഡ് പാത്രത്തിനകത്ത് അയേൺ ഇല്ല അകത്തേക്ക് കയറുന്ന ഭാഗത്തിന്. അപ്പൊ ഇതെല്ലാം രാവിലെ 5:30 എഴുന്നേൽക്കാം, ഇടയ്ക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, ഭൂമി തൊട്ട് തലയിൽ വെക്കുക, രാവിലെ കുളിക്കുക, ബെഡ് കോഫി, പല്ല് തേക്കാതെ ബെഡ് കോഫി കഴിക്കുന്നത് ഒഴിവാക്കുക. വായിക്കകത്തുള്ള ഒബ്നോക്ഷ്യസ് മെറ്റീരിയല് കാപ്പി വഴിക്ക് അകത്ത് ചെയ്ത് പോയാൽ ഇൻഡസ്ട്രൈൻ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഡെൻമാർക്കിലെ റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആചാരങ്ങൾ അനുഷ്ഠിക്കല് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ല. പിന്നെ സൂര്യ നമസ്കാരം ചെയ്യാൻ പറയാറുണ്ട്. ഒരു സൂര്യ നമസ്കാരത്തില് 10 യോഗാസനമാണുള്ളത്. അപ്പൊ 5 സൂര്യ നമസ്കാരം ചെയ്താല് 50 യോഗാസനം ചെയ്യുന്ന എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന. ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക, സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആവും. സലൈവയിലെ ടയാലിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട്. ആ ടയാലിനകത്തേക്ക് പോകുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആക്റ്റീവ് ആവും. അപ്പൊ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന പ്യുവർ ബയോകെമിസ്ട്രിയാ. അതിനകത്ത് ആത്മീയത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഭക്ഷണം നോക്കിയിരുന്നാലും മതി. അപ്പൊ എത്രയാ നമ്മുടെ ശരീരത്തിന്റെ നന്മയ്ക്കുള്ള ആചാരങ്ങള്. ആ ആചാരങ്ങള് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു. മൂന്നാം, മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, ശരീരത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ കുടുംബ ബന്ധം ദൃഢമാക്കണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഓരോ ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം. വീട്ടിലെല്ലാവരും. വീട്ടിലെ ഒരു വാശിയും ഒരു പകയും ഒരു വിദ്വേഷവും അന്ന് വൈകുന്നേരത്തിന് ശേഷം ബാക്കി ഉണ്ടാവരുത്. ഈ മക്കൾക്ക് അമ്മ തന്നെ ചോറ് വിളമ്പി കൊടുക്കണം. ആ മക്കൾ ഊണ് കഴിച്ച് തീരുന്നത് വരെ അമ്മ മക്കളുടെ കൂട്ടത്തില് ഇരിക്കണം. ആ മക്കൾക്ക് സ്കൂളിൽ നടന്ന നന്മകള് പറഞ്ഞു തരാൻ അമ്മയോട് പറയാൻ ആഗ്രഹം ഉണ്ടാവും. മിക്കവാറും അമ്മ അത് കേൾക്കാൻ സൗകര്യമുള്ളവരായിരിക്കില്ല. എന്താ കാരണം? ബാക്കി ജോലിയെല്ലാം തീർത്തിട്ട് വേണം കുങ്കുമപ്പൂവും അമലയും കാണാൻ. ഞാൻ ഇന്ന് ആ സ്കൂളിൽ പറയുകയുണ്ടായി. അവിടെ എല്ലാവരും ചിരിച്ചു. ആ കുങ്കുമപ്പൂവ് എന്ന നോവലിനെ കുറിച്ചും അല്ല സീരിയലിനെ കുറിച്ചും അമല ഭാര്യ ഭർത്താക്കന്മാര്, ചേടത്തി അനീത്തിമാര്, അമ്മായി മരുമക്കള് തമ്മിലുള്ള വീറും വാശിയുമുള്ള സീരിയൽ കാണുന്നത് കേരളത്തിലെ പല സ്ത്രീകൾക്കും ആണുങ്ങൾ മദ്യപിക്കുന്നത് പോലെ ലഹരിയാണ്.
എങ്ങനെ ഇത് കേരളീയർക്ക് മാത്രം ഇത് വന്നാന്ന് അറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കാറുണ്ട് 25 കേരളീയരെ വെച്ച് സർദാർജിയുടെ കൂട്ടത്തിൽ വിടുക. സർദാർജി നോക്കുക, അയാൾ ഇതുമാതിരിയുള്ളതെന്ന് കാണും. ഇതുമാതിരി എങ്ങാനും പഞ്ചാബിൽ ഒരു സീരിയൽ വന്നാൽ അയാൾ TV തന്നെ കത്തിക്കും. TV സ്റ്റേഷൻ പറ്റിയില്ലെങ്കിൽ TV തന്നെ കത്തിക്കും. അയാൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും കുടുംബ ബന്ധം ദൃഢമാക്കാനുമുള്ള സീരിയലുകളെ അവിടെ വക്കിയുള്ളൂ. ഇവിടെ കുടുംബം കുളം തോണ്ടുന്ന സീരിയലാണ് നമുക്ക് കാണാൻ ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ട് കേരളീയർക്ക് ഇങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നു, അത് കേൾക്കുന്ന സമയത്താണ് മക്കൾ ഭക്ഷണം കഴിക്കാൻ വരുന്നതെങ്കിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലും ആനന്ദം കണ്ടെത്താൻ സാധിക്കണം. നല്ല രീതിയിൽ സന്തോഷിക്കാൻ സാധിക്കണം. ആ ഊണ് കഴിക്കൽ ജീവിതത്തിന്റെ ഏറ്റവും നന്മ നിറഞ്ഞ സമയമാക്കണം. ഒരു ഉരുള വായില് 4 സെക്കൻഡ് സമയമാണ് നിൽക്കുക. 4 സെക്കൻഡ് ഏറ്റവും കൂടി വന്നാൽ ഒരാൾ ഊണ് കഴിക്കുമ്പോ 22 ഉരുള ചോറ കഴിക്കുക. 22 × 4 എത്ര സെക്കൻഡായി? 88 സെക്കൻഡാണ് ഊണ് കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ആ ഊണ് കഴിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ എടുത്തു? 2.5-3 മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയത് ഒരു 100 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് നമ്മൾ കഴിക്കുക. അത് പാടില്ല. അത് ആസ്വദിച്ച് ആ വീട്ടിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃപുത്ര ബന്ധം ദൃഢമാക്കി കഴിച്ചു നോക്കുക. നിങ്ങൾ പുതിയൊരു ജീവിതമായിരിക്കും ആരംഭിക്കുക. അപ്പോ നമ്മുടെ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഗ്രഹിക്കുക. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. 3-ാമത്തെ വയസ്സ് മുതൽക്ക് അവർക്ക് ഓരോ കാര്യം പറഞ്ഞു കൊടുക്കണം. 6 വയസ്സാവുമ്പോ അവര് തിരിച്ച് ചിലതൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ഉത്തരം കൊടുക്കണം. 9-10 വയസ്സാവുമ്പോ അവർ പലതും എടുക്കാതിരിക്കും, മുഴുവനും വിശ്വസിക്കില്ല. 13-നും 21-നും ഇടയ്ക്ക് നമ്മൾ പറയുന്നത് അവർ കേൾക്കില്ല, ഉറപ്പാ. ശരിക്കും ഞാൻ പറയാറുണ്ട്, ആ സമയത്താണ് SFIക്കാരും DYFIക്കാരും മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. എന്താ കാരണം അറിയോ? നിഷേധിക്കാനും പുച്ഛിക്കാനും എതിർക്കാനും പ്രതിരോധിക്കാനുമുള്ള പ്രകൃതി മക്കൾക്ക് കൊടുക്കുന്ന വാസനയാണ് ഇവിടെ നിഷേധിക്കാനും പുച്ഛിക്കാനും അപ്പുറത്ത് സംഘടനാപരമായിട്ട് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് മക്കൾക്ക് നല്ല ഉപദേശം കൊടുത്തോണ്ട് പ്രയോജനമില്ല. ചെറുപ്പം മുതൽക്ക് തന്നെ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കാം. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞതെന്ന് കേൾപ്പിക്കാം. സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കാം. ടീച്ചർ തല്ലിയെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കാം. ശരിക്ക് മാതൃപുത്ര-പുത്രി ബന്ധം, അതാണ് അവിടെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടില് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു വലിയ ക്രിമിനൽ തെറ്റുണ്ട്. അമ്മയും അച്ഛനും മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും വിവരിച്ചു കൊടുക്കണം. എന്തിനറിയോ? നമ്മുടെ മക്കളെ നമ്മള് MBBS-ന് വേണ്ടിയിട്ടുള്ളതെല്ലാം പഠിപ്പിച്ചാൽ അവർ ഡോക്ടറാവും. MD-ക്ക് വേണ്ടിയിട്ടുള്ള പഠിപ്പിച്ചാൽ നല്ല ഡോക്ടറാവും. പക്ഷെ അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവില്ല. ഒരു മെഡിക്കൽ ഡോക്ടർ പഠിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചാൽ അവരൊരു മെഡിക്കൽ ഡോക്ടറേ ആവുള്ളൂ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവില്ല, അഡ്വക്കേറ്റ് ആവില്ല, ജഡ്ജി ആവില്ല, അതുപോലെ തന്നെ അവർ എഞ്ചിനീയർ ആവില്ല. എന്താ കാരണം? അവരെ ആ വിഷയമല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കള് വീട്ടിൽ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കണം, പെരുമാറണമെന്ന് നമ്മൾ പഠിപ്പിക്കാതെ അവരെങ്ങനെയാ പഠിക്കുക? സ്കൂളിൽ നിന്ന് പഠിക്കുമെന്ന് ധരിക്കുന്നതുമുണ്ട്. അബദ്ധം. കാരണം വർക്കിംഗ് ഡേയില് 7 മണിക്കൂറാണ് നമ്മുടെ മക്കൾ സ്കൂളിലുള്ളത്. 17 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലാ. സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 40-45 വിദ്യാർത്ഥികളുണ്ട്. വീട്ടിൽ നമ്മളുടെ 1-2 മക്കളെ ഉള്ളൂ. ആ മക്കൾക്ക് നന്മകൾ പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ ഒരു ടീച്ചർ അതെല്ലാം പഠിപ്പിക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധം. പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് എൻ്റെ മകൾക്ക് എന്താ മാർക്ക് കുറഞ്ഞത് എന്നാണ്. എൻ്റെ മകന് മാർക്ക് കുറയാതിരിക്കണമെങ്കിൽ ഫുൾ ടൈം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളത് പഠിപ്പിക്കണം. അപ്പോ ഒരു വർക്കിംഗ് ഡേയിൽ പോലും 16-17 മണിക്കൂർ നമ്മളുടെ 1-2 കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ളത്
ഹോളിഡേയ്സിന് 24 മണിക്കൂറുണ്ട്, സമ്മർ വെക്കേഷൻ 24 മണിക്കൂറുണ്ട്, ക്രിസ്മസ് വെക്കേഷൻ 24 മണിക്കൂറുണ്ട്. 365 ദിവസം ഉള്ളതില് 210 220 വർക്കിംഗ് ഡേ കഴിഞ്ഞ് ബാക്കി മുഴുവനും ഹോളിഡേ ആയിട്ട് നമ്മുടെ മക്കള് നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോ അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ടീച്ചേഴ്സ് ആരാന്റെ മക്കൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുമെന്ന് ധരിക്കുന്നത് അബദ്ധമല്ലേ അത്? അപ്പൊ നമ്മുടെ വീട്ടില് നല്ല ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ, ഭാവിയിൽ നമുക്ക് തിന്മകൾ നമ്മുടെ വീട്ടിൽ വരാതിരിക്കണമെങ്കിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. എന്ത് രസറിയോ വീടെന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഒരുമിച്ചിരിക്കുക, ഒന്ന് ചർച്ച ചെയ്യുക, ചില തമാശകൾ പറയുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, കുറെ നേരം വെറുതെ ഇരിക്കുക വീട്ടില്. അപ്പോ ഇത്രയും സ്വർഗസമാനമായ ഒരു അന്തരീക്ഷം നാരായണ ഗുരുദേവൻ പറഞ്ഞത്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഏതോ അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് കുടുംബം. ആ കുടുംബത്തിനകത്ത് വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്, അറിയാനും അറിയിക്കാനുമേ ശ്രമിക്കാവൂ. നാരായണ ഗുരുവിന്റെ വരിയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ശ്രമിക്കാം. നമ്മള് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. നമ്മള് മകം പറന്ന മങ്ക, പൂരം കുറന്ന പുരുഷൻ, അവര് മകം പറന്ന മങ്കയാണ്. ഏത് മാസത്തെ മകമാണെന്ന് അറിയാതെ മകം പറന്ന മങ്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഈ ചിങ്ങം മുതൽക്ക് കർക്കിടകം വരെ മാസത്തില് രാശി മാറിയാൽ മകം മാറില്ലേ? ചന്ദ്രൻ നിൽക്കുന്ന മാറും, സൂര്യൻ നിൽക്കുന്ന മാറും. സൂര്യന്റെ 12 മകം പറന്ന മങ്ക എങ്കിൽ ആ വീട്ടിൽ കുത്തുവാള എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട. നമ്മൾ വെറുതെ ധരിച്ചു വെച്ചിരിക്കുക, മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ എന്നെല്ലാം വെറുതെയുള്ള വാക്കുകളാ. അവൾക്ക് ചൊവ്വ ദോഷാണ്. ഞാൻ ചിലപ്പോ ഒക്കെ പറയാറുണ്ട്, ഒരു സിനിമയില് മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് മോഹൻലാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ചൊവ്വ ദോഷമൊന്നുമില്ല, എൻ്റെ അച്ഛനെ പറഞ്ഞയക്കാന്ന് പറഞ്ഞില്ലേ മോഹൻലാൽ? നിങ്ങൾ സിനിമ കാണാറില്ലേ? നല്ല രസാ. ഞാൻ അതും കൂടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിർബന്ധമായിട്ട് നിങ്ങള് ഒരു നല്ലൊരു സിനിമ വന്നിട്ട്, ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഇമ്മാനുവലിന്റെ സിനിമ, അത് നിർബന്ധമായി അവസാനം വരെ കാണണം, പകുതിക്ക് വെച്ച് നിർത്തിയേക്കരുത്. അവിടെയാണ് ആ കുടുംബ ജീവിതവും ബിസിനസ്സും രണ്ടും വേർതിരിച്ച് കാണിക്കുന്ന നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. ആ കുറെ പൈസ ഉണ്ടാക്കി, ടാർജറ്റ് ഉണ്ടാക്കി, മരിച്ച് ചത്ത് പണിയെടുത്ത് അവസാനം TV വന്ന് കിടക്കുന്നതിന് പകരം ഈ ഇമ്മാനുവല്, ഈ മമ്മൂട്ടി പറയുന്നുണ്ട്, എനിക്ക് ഈ പണി പറ്റിയതല്ല, ഞാൻ പോവാ. ശരിക്കും വലിയൊരു സന്ദേശം ഇതിനകത്തുണ്ട്. അതേപോലെ ദേവാസുരം എന്നൊരു സിനിമ, അതിന്റെ 2ാമത്തെ ഭാഗം. ദേവാസുരം കണ്ടാൽ അടുത്ത സിനിമ ഏതാ കണ്ടത്? രാവണപ്രഭു. എന്താ അങ്ങനെ പറയാൻ കാരണം? അടിച്ച് പൊളിച്ച് തകർത്ത് വെള്ളമടിച്ച് ജീവിച്ച ഒരാൾക്ക് അതേപോലൊരു മകൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നുള്ള പാടാണ് അതിന്. എന്ത് രസമായിട്ടുള്ള പാടാ. ചിലപ്പോൾ രാമായണം വായിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ തത്തുല്യമായ പ്രാധാന്യം ചില സിനിമ കാണുമ്പോൾ ഉണ്ട്. രാമായണം വായിച്ചപ്പോൾ ചിലരുടെ മനസ്സ് മാറില്ല. ഈ സിനിമ കണ്ട് അതിലെ നന്മകൾ ചിന്തിച്ചാൽ മനസ്സിൽ മാറ്റം വരും. ശരീരത്തിന് ആരോഗ്യം വരുന്ന, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന, ഇതെല്ലാമാണ് ശരിക്കും സയൻസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് തന്നെ. എന്ത് രസമായിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാര്യ മുന്നാളാണ്, അവള് പൂരാടം, ഞാൻ തിരുവോടാം. ഞങ്ങളുടെ വീട്ടിൽ തട്ടലും മുട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് നല്ലോണം അറിയാം, 31 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മുന്നാളാവുമ്പോ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ. അതിന്റെ അർത്ഥം ജാതകം തെറ്റാണെന്നല്ല, അതിൽ തന്നെ കിടന്ന് കറങ്ങി നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ ജീവിച്ചാൽ ജാതക ചേർച്ച നല്ലതാണെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പോ ജാതക അല്ല പ്രശ്നം, നമ്മൾ തന്നെയാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധന്യമാക്കാൻ മനസ്സ്, ശരീരം, കുടുംബം, കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കരുത്. മറ്റുള്ളവന് കൂടി വേണ്ടി കുറച്ച് ജീവിക്കാൻ ശ്രമിക്കാം. മറ്റുള്ളവന്റെ ദുഃഖം, ഇതുമാതിരിയുള്ള കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ പോലെയുള്ള വർക്കുകൾ, പാവപ്പെട്ടവർക്കുള്ള വർക്കുകൾ. ഇന്ന്
ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആന്ധ്ര ഒറീസ തീരത്തില് ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റ്, 220 കിലോമീറ്റർ ആണ് ഇന്നലത്തെ TV റിപ്പോർട്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 240 കിലോമീറ്ററില് മെഗാ സൈക്ലോൺ ആണ്. ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും സ്പീഡ് കൂടിയ ഒരു ഇതാണ് അടിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിഞ്ഞൂടാ. അതിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് സപ്പോർട്ട് കളക്ട് ചെയ്ത് കൊടുക്കാം, പാവപ്പെട്ടവന് അനാഥാലയത്തിനൊക്കെ ചെയ്യാം. ഇപ്പൊ മറ്റുള്ളവന് വേണ്ടി യോ ജീവതി പരേഷാം ഉപകാരായ സയേവ ജീവതി സയേവ ജീവതി സയേവ ജീവതി. മറ്റുള്ളവന് ഉപകാരത്തിന് വേണ്ടി ആരാണോ ജീവിക്കുന്നത് അവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ളത് ഋഗ്വേദത്തിൽ ഒരു മന്ത്രമാണ്. മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടിയിട്ട് അതുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം പ്ലസ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാം. നല്ല രസ. നമ്മുടെ കർമ്മഭൂമി ഇതാണ്, പുണ്യഭൂമി നമ്മുടെ ഭാരതം. ആ ഭാരതീയർക്ക് വേണ്ടിയും ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെയുള്ളവർക്കും വേണ്ടി നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ സാധിച്ചാൽ ഞാൻ വാക്ക് തരുന്നു, ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഞാൻ ജീവിതത്തിലെ കുറേ പേര് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത്. ഓർമ്മിക്കാനുള്ളത്, എലിവേറ്റിംഗ് ദ മൈൻഡ് ഫ്രം ബാഡ് ടു ഗുഡ്, എലിവേറ്റിംഗ് ദ ബോഡി ഫ്രം ഇൽ ഹെൽത്ത് ടു ഗുഡ് ഹെൽത്ത്, elevating the family relation from rupturing to integration, elevating the social bondage, elevating the national integration. ഇത്രയും സാധിച്ചാൽ ശരിക്കും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. അതുപോലെ കുറെ സമയം വൈകിയെങ്കിലും ഇന്ന് 2 വിഷയമുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഒന്ന് സ്പർശിച്ച് ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ എന്താ പഠിക്കേണ്ടത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയില് 2-ാമത്തെയും 3-ാമത്തെയും അധ്യായം അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഒരു 10-20 ദിവസം വായിക്കാം. എന്നിട്ട് അതിലൂടെ മനസ്സൊന്ന് കടന്നു പോയാൽ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഭഗവത്ഗീതയുടെ മഹത്വം എന്ന് പറയുന്നത് തളരുന്ന മനസ്സിനെ വളരുന്ന മനസ്സാക്കിയതാണ്. അതില് 2-ാം അധ്യായം പ്യുവർലി ആത്മീയതയാണ്. 3-ാം അധ്യായം കർമ്മം ചെയ്യേണ്ടതിനെ കുറിച്ചാണ്. ശരിക്ക് ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വരി ഞാൻ പറയാം, സാധിക്കുമെങ്കിൽ നാളെ അത് ബൈഹാർട്ടാക്കാൻ പറ്റുമോ നോക്കാം. അത് 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയാണ്. ഉദ്ധരേതാത്മനാത്മാനം. എല്ലായിടത്തും ഞാൻ ഈ ശ്ലോകം പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇപ്പോ ഈ ഒരൊറ്റ വരിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ലോകശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. എന്നെ വളർത്തേണ്ടത്, ഉയർത്തേണ്ടത്, ഉണർത്തേണ്ടത്, തളർത്താതിരിക്കേണ്ടത്, തകർക്കാതിരിക്കേണ്ടത്, തരളാതിരിക്കേണ്ടത്, തളരാതിരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഉദ്ധരേത് ആത്മനാത്മാനം. ധാരാളം വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട്, ഓരോരുത്തരും പറയാറുണ്ട്, സാർ എൻ്റെ ജീവിതത്തിൽ ഇനി എല്ലാം നഷ്ടപ്പെട്ടു, എന്താ ചെയ്യേണ്ടത്, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. അവരോട് എല്ലാവരോടും പറയാറുണ്ട്, ആത്മഹത്യ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്, ഏറ്റവും സിമ്പിളാണ്. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ചങ്കൂറ്റത്തോടുകൂടി ഇതെല്ലാം ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാക്കണമെങ്കിൽ ഉദ്ധരേ ആത്മനാത്മാനം. മറ്റുള്ളവർക്ക് നമ്മളെ സഹായിക്കാനേ പറ്റുള്ളൂ. വളരേണ്ടതും ഉണരേണ്ടതും ഉയരേണ്ടതും നമ്മൾ തന്നെയാണ്. I have to elevate myself, I have to progress myself, I
I have to develop myself. I have to march forward myself. അതുപോലെ മലയാളികളോടെല്ലാം രണ്ടാമത്തെ വരി ആത്മാനം അവസാദയേ. Never denigrate yourself, never degrade yourself, never belittle yourself. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉണർത്തേണ്ടത്, നമ്മുടെ കുടുംബത്തെ ഉണർത്തേണ്ടത്, നമ്മുടെ സമൂഹത്തെ ഉണർത്തേണ്ടത്, നമ്മുടെ രാഷ്ട്രത്തെ ഉണർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എന്ന് ആലോചിച്ച് നോക്കാം. മലയാളിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ബഹ്റിനിലെയോ ദുബായിലെയോ ഒമാനിലെയോ അമേരിക്കയിലെയോ കാനഡയിലെയോ എന്തെങ്കിലും നന്മകൾ പറഞ്ഞാൽ ആ നന്മകളോട് ചേർത്ത് നമ്മുടെ നാട്ടിലെ കുറ്റവും കൂടി പറഞ്ഞാലേ ആശ്വാസമാവുള്ളൂ. അത് മലയാളിക്ക് മാത്രമുള്ളതാണ്. തമിഴ് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ഇവിടുത്തെ റോഡൊക്കെ കണ്ടിട്ടില്ലേ ഗോപാലകൃഷ്ണൻ സാറേ? ഇവിടെ കക്കാനും അല്ലെങ്കിൽ കൈയിട്ട് വാരാനൊന്നും ആരില്ല. അതുകൊണ്ട് ഇവിടുത്തെ റോഡൊക്കെ നല്ലതാ. പറഞ്ഞോളൂ, ഒരു തെറ്റുമില്ല. അടുത്ത വരി എന്താ? നമ്മുടെ നാട്ടിലെ റോഡ് സാർ കണ്ടിട്ടില്ലേ? മൊത്തം കള്ളന്മാരാണ് സാർ. അതവിടെ ശരിയാവില്ല, ഈ ജന്മത്തിൽ അവിടെ ശരിയാവില്ല. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ആശ്വാസമാവുക. ഇന്നസെന്റിനെ പോലെ ആ നാട്ടിൽ വേറെ ഗുണങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇഷ്ടംമാതിരി ഗുണങ്ങൾ മാത്രമുള്ള ഒരു രാഷ്ട്രമാണ്. അതിനിടയ്ക്ക് ഒരാളെന്നോട് പറഞ്ഞ മാതിരി ഒരു 10% കൈയിട്ട് വാരുന്നുണ്ടാവുമായിരിക്കാം. എന്നാലും എത്രയോ ഗുണങ്ങളും സൗകര്യങ്ങളും. ഇന്നും 2 രൂപയ്ക്ക് ദോശ കിട്ടുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കേരള. തട്ടുകടയിൽ നിന്ന് 2 രൂപയ്ക്ക് ദോശ, 2 രൂപയ്ക്ക് 1 കിലോ അരി. മാവേലി വാണിയുടെ കാലത്ത് പോലും 2 രൂപയ്ക്ക് അരി കിട്ടിയിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. 25 കിലോ അരി 2 രൂപയ്ക്ക് കിട്ടുക. അത് ഇലക്ഷൻ സ്റ്റണ്ടായിരിക്കാം, കിട്ടുന്നുണ്ടല്ലോ. അയാൾ ഈ അരി തന്നാൾക്കെന്നെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നൊന്നും അവർ പറയണില്ലല്ലോ. അപ്പൊ പിന്നെ എത്രയോ നന്മകൾ അവിടെയുണ്ട്. ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ നാടിനെ കുറിച്ച് എന്തെല്ലാം കുറവുകളും കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ മക്കള് ഇത് കേൾക്കുന്ന വിദേശികളുടെ മുമ്പില് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്. ആത്മൈവ ത്രിപുരാത്മന, നമ്മളുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്ന് ഓർമ്മിക്കുക, നമ്മളെ ഉയർത്തുക, തളർത്താതിരിക്കുക. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ശത്രു നമ്മളാകാതിരിക്കുക. ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ തളരാതിരിക്കുക. സുഖേഷു വിഗതസ്പൃഹ, സുഖം വരുമ്പോ എക്സൈറ്റഡ് ആവാതിരിക്കുക. ദുഃഖം വരുമ്പോ തളരാതിരിക്കുക. സന്തോഷം വരുമ്പോ ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കുക. അതുപോലെ തന്നെ ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ രാഗ ഭയ ക്രോധ വിദധീർ. പരിധിക്കപ്പുറമുള്ള ബോണ്ടേജ് ഒഴിവാക്കാം. ആരോടും ബന്ധനം വേണ്ട. ബന്ധം നല്ലതാ. ഒരു ചെറിയ ഉദാഹരണം, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാര്, ഭാര്യയും ഭർത്താവും മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാണ്. അവർക്ക് ഒരേ ഒരു മകൻ. ആ മകന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ആ മകനോട് അച്ഛനായ ഡോക്ടർ ചോദ്യം ചോദിക്കാം. മകൻ അവിടെ ഇല്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാർ ആരോടായി ചോദ്യം ചോദിക്കുന്നത്? ഈ മുറിയിൽ ആരും ഇല്ലല്ലോ. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ മകനോടാണ് ചോദ്യം ചോദിക്കുന്നത്. അവൻ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാണ്. അതുകൊണ്ട് 1 മിനിറ്റ് പോലും അവന്റെ കളയാനില്ല. ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിച്ചു, എവിടെയാ മകൻ? മകൻ ബാത്റൂമിലാണ്. മകൻ ബാത്റൂമില്, അച്ഛൻ പുറത്തിരുന്ന് ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, സർ ഒരു ഡോക്ടറല്ലേ, ആ മകന് ബാത്റൂമിൽ കുളിക്കാനെങ്കിലും റെസ്റ്റ് കൊടുത്തുവിടെ സാറിന്? എന്നോട് പറഞ്ഞ വരി എന്താ അറിയോ? ഡോ ഗോപാലകൃഷ്ണ, തനിക്കറിയോ ഞാനും ഭാര്യയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാ. ഞങ്ങളുടെ മകന് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. ഏതായാലും രാവിലെ 6 മണിക്ക് ഞാൻ ആ വീട്ടിൽ ചെന്നു. ഡോക്ടറോടൊന്നും സംസാരിച്ചില്ല.
പറഞ്ഞു എന്നെങ്കിലും ഡോക്ടർ ഇതിന് കരയേണ്ടി വരും, ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. 6 മാസം കഴിഞ്ഞ ഡോക്ടറെ വിളിച്ചപ്പോ ഞാൻ അറിയുന്നത് ആ മകൻ മെന്റലി ഫുള്ളി അബ്നോർമല്. ഡോക്ടർ എസ് മോഹൻ എന്ന സീനിയർ സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ് ആ മകൻ അസുഖമാണെന്നുള്ളതല്ല ഡോക്ടറുടെ വിഷമം. ആ വീട്ടിലേക്ക് ആര് വന്നാലും ഈ മകൻ അവിടെ ഉണ്ടെങ്കിൽ ആ മകൻ ചെയ്യുന്നത് അവന്റെ ഷർട്ടൂരും ബനിയനൂരും പാൻറ്റൂരും അണ്ടർവെയർ ഊരി, ഇത് എൻ്റെ അമ്മ, അവളെ കഴുകട്ടെ, അവൾക്ക് വേറെ ജോലിയില്ല, എന്നെ കൊന്നവൾ അവളാണെന്ന് അടുക്കളയിൽ ചൂണ്ടിക്കാണിച്ച്, ഇതേപോലെ വിരൽ ചൂണ്ടിക്കാണിച്ച് പൂർണ്ണ നഗ്നനായി നിൽക്കും 18 വയസ്സായിട്ടുള്ള പയ്യൻ. അമ്മയോടും അച്ഛനോടുമുള്ള ദേഷ്യം. ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കുട്ടിയെ എൻട്രൻസ് എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക് മേടിപ്പിക്കണമെന്ന ഒരു ബന്ധനം, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ബന്ധനമാണ് ആ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. അതുപോലെ ഈ ദുബായിൽ നിന്നൊരച്ഛൻ കോഴിക്കോട് തൻ്റെ വീട്ടിലേക്ക് വന്ന് 1 കിലോ ചോക്ലേറ്റ് മകളുടെ കയ്യിൽ കൊടുത്തു. ദുബായിൽ നിന്ന് വന്ന അച്ഛൻ 1 കിലോ ചോക്ലേറ്റ് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 5ഓ 6ഓ ചോക്ലേറ്റ് മറ്റു കുട്ടികൾക്ക് കൊടുത്ത് ബാക്കി നീ തിന്നോ എന്ന് പറഞ്ഞു. ആ കുട്ടി എന്ത് ചെയ്തു? 6 ചോക്ലേറ്റ് മറ്റു കുട്ടികൾക്ക് കൊടുത്ത് 1 കിലോ ചോക്ലേറ്റിന്റെ ബാക്കി ചോക്ലേറ്റും കൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി വൈകുന്നേരം ആവുമ്പോ ഒറ്റയ്ക്ക് 1 കിലോ ചോക്ലേറ്റ് തിന്നു തീർത്തു. രാത്രി 10:30 ആവുമ്പോ വൊമിറ്റിംഗ് സെൻസ്. ഈ അച്ഛനും അമ്മയും ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുട്ടി വൊമിറ്റ് ചെയ്യുന്നു എന്ന് കേട്ട ഉടനെ ഡോക്ടർ വൊമിറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷനും കൊടുത്തു. രാത്രി 1:05 കുട്ടി മരിച്ചു. എന്തായിരുന്നു കാരണം? 1 കിലോ ചോക്ലേറ്റ് സ്റ്റൊമക്കിനകത്ത് താറുമാതിരി ബ്ലോക്കായി. 5ഓ 6ഓ ചോക്ലേറ്റ് മറ്റുള്ളവർക്ക് കൊടുത്ത് ബാക്കി നീ തിന്നോ എന്ന് പറഞ്ഞ ആ സന്ദേശം എത്ര ഡേഞ്ചറസ് ആയി എന്ന് നോക്കാം. അതായത് അച്ഛനും അമ്മയും കൊടുക്കുന്ന ഓരോ സന്ദേശവും, കാണിക്കുന്ന ഓരോ സന്ദേശവും മക്കളില് ബാധിക്കുന്നു. അതുകൊണ്ട് ബന്ധനം ഒഴിവാക്കുക, ബന്ധം വേണം. അതുപോലെ ഭയം കുറച്ച്, ദേഷ്യം കുറച്ച്, വീതരാഗ ഭയക്രോധ, ബന്ധനം കുറയ്ക്കുക, ദേഷ്യം കുറയ്ക്കുക, ഭയം കുറയ്ക്കാൻ ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്നു. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ജീവിതത്തെ ആചാരങ്ങളിലൂടെ കടന്നു പോവുക, നല്ല നല്ല കുറെ ആചാരങ്ങള് ജീവിതത്തിൽ പകർത്താം. ഭഗവത്ഗീത വായിക്കുക. എനിക്ക് ഉറപ്പുണ്ട് അത്രയും ധന്യമായ ഒരു സദസ്സില് നല്ല മാറ്റങ്ങൾക്ക് ഒരു തുടക്കമായി തീരട്ടെ ഇത്. മാത്രല്ല യൂട്യൂബില് 2800 മണിക്കൂർ സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലേക്ക് പോയാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത് നമ്മുടെ മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മയിലേക്ക് കൊണ്ടുപോകാനും ഭഗവത്ഗീതയിലെ വരികള് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് പഠിച്ച് ജീവിതത്തിൽ പകർത്താനും സാധിച്ചാൽ ഇന്ന് ഈ ബഹറിലെ സുവർണ മണ്ണില്, ഭൂമിയില് ചിരിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഇനിയും 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 പരസ്പരം സഹകരിച്ചും സഹവർത്തിച്ചും കുറെ കൂടി ധന്യമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഓർമ്മിക്കാം, നമ്മുടെ സ്വർഗം നമ്മളാണ് പണിയുന്നത്. നമ്മളുടെ സ്വർഗമോ നരകമോ തരാനുള്ള ഒരു ഉപാധിയായിട്ടല്ല ഈശ്വരൻ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് നന്മ നിറഞ്ഞ ഫലവും, നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് തിന്മയുടെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവോ അതിനേക്കാൾ പ്രാധാന്യം ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട്
നാളെ മുതൽക്ക് ഗംഭീരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 വരികൾ കൂടി. കഴിയുന്നത്രയും നിങ്ങൾ മദ്യപിക്കരുത്. ഇതൊരപേക്ഷയാണ്, സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. ഒത്തിരി പേരെ ഞാനിപ്പോൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികൾ ഇന്ന് ഡയാലിസിസിന് വിധേയമാകുന്നു കേരളത്തിൽ. കാരണം ഈ മദ്യമകത്തേക്ക് പോകുമ്പോൾ ആദ്യം പോകുന്നത് ലിവറാണ്. ലിവർ ഡിപ്ലീറ്റ് ചെയ്താൽ ലിവറിലെ പ്രോട്ടീൻ കിഡ്നിയിൽ ചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യും, കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത് നിൽക്കും. ലിവർ പോയാൽ ടോക്സിൻസ് ഇല്ലാണ്ടാക്കുന്ന ആ വർക്ക് പോവും. നമ്മുടെ ശരീരം ശരിക്കും പൂർണ്ണമായിട്ടും തളരും. കിഡ്നി കൂടി ഫിൽട്രേഷൻ നിർത്തിയാൽ ബ്ലഡും ഫ്ലഷും നമ്മുടെ ബോഡിയുടെ ഫങ്ഷനും അനുനിമിഷം തകരും. നമ്മുടെ ജീവിതം നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾക്ക് ഒരു ഭാരമായി തീരും. അന്ത്യമാവുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഭാരമായി തീരാതിരിക്കാൻ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. ഓണമായാലും ക്രിസ്തുമസ് ആയാലും ഏതാഘോഷമാണെങ്കിലും അന്ത്യത്തിൽ ചെന്ന് മദ്യത്തിൽ അവസാനിപ്പിക്കല്ലേ, അത് ഒഴിവാക്കാം. 2, ഞാൻ കാണാറുണ്ട് കേരളത്തില് പശുവിന്റെ മൂക്ക് കയറും 4 കാലും കൂട്ടിക്കെട്ടി കഴുത്തിലൂടെ കത്തി ഇറക്കിയിട്ടാണ് അതിനെ കൊല്ലുക. അത് കൈകാലിട്ടടിച്ച് പരമമായ വേദന അനുഭവിച്ച് അതിൻ്റെ ഇറച്ചി നിങ്ങൾ കഴിക്കുമ്പോൾ അതനുഭവിച്ച വേദനയുടെ ആ ശാപവും കൂടി നമ്മുടെ തലയിൽ വരുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക. ഇവിടെ ഇപ്പോ ധാരാളം സസ്യ ലതാദികള് വെജിറ്റബിൾസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. കഴിയുന്നത്രയും വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ 2 നേരം പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗിലൂടെ ജീവിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ സന്ദേശം ലോക ജനത 2 കയ്യിൽ നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അതിലെ കുറേ സൂക്തങ്ങള്, മന്ത്രങ്ങള്, വരികള് മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും ധന്യമാക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടു എങ്കിൽ, അതിൻ്റെ ഒരംശമെങ്കിലും പ്രയോജനപ്പെട്ടു എങ്കിൽ വളരെയധികം ധന്യത തോന്നുന്നു. ഞാൻ സ്കൂളിൽ പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, ഇത്രയും നേരായിട്ട് ഒരാൾ പോലും കൂട്ടുവായ വിട്ടിട്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഒരാൾ കൂട്ടുവായ വിട്ടിട്ടില്ല. ശരിക്കും നിങ്ങളിവിടെ ഇരിക്കുന്ന ആ കാഴ്ച കാണണമെങ്കിൽ ആ വീഡിയോ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് വീഡിയോ എടുത്താൽ നിങ്ങൾ ഇരിക്കുന്നത് മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനി സിനിമ കാണാൻ ഇരിക്കുന്ന മാതിരിയാണ്. ഒരാളുടെ ഒരു ക്ലാസ് ആണ് കേൾക്കുന്നത് എന്നുള്ള രീതിയിലാണോ എന്ന് എനിക്ക് തോന്നണില്ല. ഒരു സിനിമ കാണുന്ന അട്രാക്ഷനോട് കൂടി ഇരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും പോകുന്ന ഒരു പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. വളരെ വളരെ ധന്യത തോന്നുന്നു. ഇവിടെ ഇമെയിൽ ഉള്ളവര് ഇമെയിൽ എനിക്ക് എഴുതി തരികയാണെങ്കിൽ, ഇന്നോ നാളെയോ മറ്റന്നാളോ എഴുതി തരികയാണെങ്കിൽ ഒരു 4 ലക്ഷം പേർക്ക് നമ്മൾ ഡെയിലി സന്ദേശം അയക്കാറുണ്ട്. 4 ലക്ഷം പേർക്ക് ഡെയിലി, ആഴ്ചയിൽ 3 ദിവസം അയക്കാറുണ്ട്. നിങ്ങളിൽ ധാരാളം പേർക്ക് ലഭിക്കുന്നുണ്ടാവും. അല്ലാത്തവർ എഴുതി തരികയാണെങ്കിൽ അവർക്ക് ഈ സന്ദേശം ലഭിക്കുന്നുണ്ടാവും. യൂട്യൂബിൽ കുറേ മെസ്സേജസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുത്തത് പലതും അതിനകത്തുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു 4 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പീച്ചാണെന്ന് തോന്നിയിട്ടുണ്ട്. തിരുവമ്പാടി സ്കൂളിലെടുത്ത സ്പീച്ചാണ്. കുട്ടികൾക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നതിനെ കുറിച്ച് അങ്ങനെ ധന്യമായിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് യൂട്യൂബിലുണ്ട്, ട്വിറ്ററിലുണ്ട്, ബ്ലോഗിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്. IISHORG വെബ്സൈറ്റിലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ചാരിതാർത്ഥ്യമുണ്ട്.
ക്ലാസ് എടുക്കുന്നതിൻ്റെ ദൈർഘ്യം പരിധിക്കപ്പുറം പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുമെന്നും എനിക്കറിയാവുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന സമയം 3 മണിക്കൂറാണെങ്കിലും പ്രസംഗം അധികമായാൽ അതിൻ്റെ പേരാണ് അധിക പ്രസംഗം. അപ്പൊ അത് ഒഴിവാക്കി ഈ ക്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 100% സന്തോഷമേ ഉള്ളൂ. അത് ചോദിക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു ഡാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ ഇടയ്ക്കാ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഏതായാലും ഭക്ഷണമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇമെയിൽ വഴിക്കും ചോദിക്കാം, ഫേസ്ബുക്ക് വഴിക്കും ചോദിക്കാം. പറ്റാവുന്നതിനെല്ലാം ഉത്തരം നൽകണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ധന്യമായ, ഇത്രയും ഉജ്ജ്വലമായ ഒരു സദസ്സിന്റെ മുമ്പിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വിവരിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെയും മറ്റന്നാളും ഞാനിവിടെ ഉണ്ടായിരിക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിലും സാറിനെ ബന്ധപ്പെടാൻ സാറിന് വിരോധം ഇല്ലെങ്കിൽ സാറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് വർക്ക് ചെയ്യില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഇന്റർനാഷണൽ ഇതുള്ളതല്ല. അപ്പോ അതിലൂടെ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് എന്നെങ്കിലും നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂര് മഴുവഞ്ചേരിയില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കേന്ദ്രമുണ്ട്. ഡിസംബർ 22, 23, 24 തീയതികളില് സമഗ്രമായ ഭാരതീയ പൈതൃകത്തെ കുറിച്ചുള്ള പഠനം എല്ലാ വർഷവുമുള്ളമായി ഈ വർഷം 22, 23, 24 ഫുൾ ടൈമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ധന്യമായി ഈ വേദിയിൽ ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിനും അതുപോലെ ഈ അവാർഡ് എനിക്ക് എൻ്റെ സ്ഥാപനത്തിന് തന്നതിലും അത് പ്രകാരം അടുത്ത സ്കൂളിൻ്റെ ഡെവലപ്മെന്റിന് അതെല്ലാം വലിയ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം. നമസ്കാരം.